കഥ തുടരുന്നു. സ്വാതിയെ ആദർശിന് ഇഷ്ടപ്പെടുമെന്ന് രാമദാസിനോ സുലോചനയ്ക്കോ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജയപ്രസാദ് ചോദിച്ചപ്പോൾ ആദർശ് എതിർത്തൊന്നും പറഞ്ഞില്ല. ജയേട്ടൻ കൊണ്ടുവന്ന പ്രൊപ്പോസലല്ലേ, ഞാനായിട്ട് അത് വേണ്ടെന്ന് പറയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതം. നല്ല കുട്ടിയാടാ, നിനക്ക് യോജിച്ചവളാണ്. ആദ്യമായിട്ട് ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അവൾ നമ്മുടെ കുടുംബത്ത് വന്ന് കയറേണ്ടവളാണെന്ന്. ദൈവം തീരുമാനിച്ചതുപോലെയല്ലേ അച്ഛനും മോളും എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്, ജയപ്രസാദ് പറഞ്ഞു. എങ്കിലും 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് വിശ്വനാഥനെ രാമദാസ് വിളിച്ചത്. സ്വാതിയുടെ അച്ഛനല്ലേ? അതെ, ഞാൻ കോട്ടയത്ത് നിന്ന് രാമദാസാണ്. മനസ്സിലായി, സാർ പറഞ്ഞാട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശ്വനാഥൻ സന്തോഷത്തോടെ ചോദിച്ചു. നമ്മൾ അന്ന് കണ്ട് പരിചയപ്പെട്ടല്ലോ. സ്വാതി മോളെ ഒന്ന് കാണുക എന്ന ഉദ്യോഗസ്ഥയോടെയാണ് ഞങ്ങളന്ന് വന്നത്. എൻ്റെ മകൻ ആദർശിനെ മോളെ ഇഷ്ടപ്പെടുകയും ചെയ്തു. താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ആലോചന മുമ്പോട്ട് കൊണ്ടുപോകാം. താല്പര്യക്കുറവൊന്നുമില്ല സാർ. ഒരു ദിവസം ഇങ്ങോട്ടൊന്ന് വന്നാട്ടെ. ഞങ്ങളുടെ വീടും ചുറ്റുപാടും ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഞങ്ങൾക്ക് സ്വാതിമോളെ ഇഷ്ടപ്പെട്ടു, അതാണ് പ്രധാനം. എന്നാലും നമ്മൾ പരസ്പരം വീട്ടിൽ വന്ന് കാണുകയും സംസാരിക്കുകയും വേണമല്ലോ. മറ്റന്നാൾ ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ? വന്നട്ടെ, ഇവിടെ ഒരു അസൗകര്യവുമില്ല. രാമദാസും ജയപ്രസാദും കൂടിയാണ് 3-ാം കുറ്റിയിലേക്ക് പോയത്. പണ്ട് കായംകുളത്ത് SI ആയി ജോലി നോക്കിയിട്ടുണ്ടായിരുന്നതിനാൽ ആ സ്ഥലങ്ങളൊക്കെ രാമദാസിന് നല്ല പരിചയമുണ്ടായിരുന്നു. അവർ ചെന്നപ്പോൾ വിശ്വനാഥൻ വീട്ടിലുണ്ടായിരുന്നു. ഇരുനിലയല്ലെങ്കിലും സാമാന്യം വലിപ്പമുള്ള വീടായിരുന്നു ശ്രീനിലയം. വൃത്തിയും ഭംഗിയും ഉണ്ടായിരുന്നു. ഭാര്യ വീട്ടിലേക്ക് അഭിമാനത്തോടെ തന്നെ ആദർശിന് കയറി വരാം. വിശ്വനാഥൻ സൗഹൃദത്തോടെയാണ് 2 പേരെയും സ്വീകരിച്ചത്. പത്മിനിയും സൂരജിനെയും അയാൾ പരിചയപ്പെടുത്തി കൊടുത്തു. മോളെവിടെ? രാമദാസ് ചോദിച്ചു. അവൾ നാണിച്ച് അകത്തു തന്നെ നിൽക്കുക, പത്മിനി പറഞ്ഞു. എന്തിനാ നാണിക്കുന്നേ? പയ്യൻ വന്നിട്ടില്ലല്ലോ. അവനിന്ന് അത്യാവശ്യം ചില ജോലികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ വരാഞ്ഞത്. ഇടയ്ക്കൊരു ദിവസം വിടാം. അമ്മയ്ക്കും സൂരജനും അവനെ കാണാൻ ആഗ്രഹം കാണുമല്ലോ, ജയപ്രസാദ് പറഞ്ഞു. അച്ഛനും മോൾക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ. എന്നാലും എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്, പത്മിനി അറിയിച്ചു. ഒരു ദിവസം ആദർശ് വരും. ചായ കുടിച്ചുകൊണ്ടാണ് അവർ പിന്നെ സംസാരിച്ചത്. കണ്ടില്ല സാറേ, ഈ വീടും പറമ്പും പിന്നെ ഒരു കടയും മാത്രമേ എനിക്ക് സ്വന്തമായിട്ടുള്ളൂ. ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കല്യാണം നടത്താനേ എനിക്ക് പറ്റൂ, വിശ്വനാഥൻ തുറന്നു പറഞ്ഞു. പൊന്നോ പണമോ ആഗ്രഹിച്ചല്ല വിശ്വനാഥ ഞങ്ങൾ വന്നത്. സ്വാതി ഞങ്ങളുടെ ആദർശത്തിന് നല്ല ചേർച്ചയായിരിക്കുമെന്ന് തോന്നുന്നു. ജാതക പൊരുത്തം നോക്കിയപ്പോൾ അതും അനുയോജ്യം. വിവാഹം ഭംഗിയായി നടത്തിയാൽ മാത്രം മതി, രാമദാസ് പറഞ്ഞു. അത് ഭംഗിയായി തന്നെ നടത്താം, വിശ്വനാഥൻ ഏറ്റു. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം എൻഗേജ്മെൻറ്റ് നടത്താം. പിന്നത്തെ മാസം കല്യാണവും. എന്താ? ജയപ്രസാദ് ചോദിച്ചു. അതിന് തടസ്സമൊന്നുമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ആരെങ്കിലും കോട്ടയത്തിന് വരണം. അത് കഴിഞ്ഞ് നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാം. സ്വാതിയെ കണ്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് രാമദാസും ജയപ്രസാദും മടങ്ങിയത്. ഈ അച്ഛന് എളിമത്തിരി കൂടുതലാണ്. എന്തിനാ ഇത്ര തൊഴാൻ പോയത്? നമുക്കെന്താ കുറവ്? സൂരജ് അച്ഛനെ കുറ്റപ്പെടുത്തി. എളിമ നല്ലത് തന്നെ മോനെ, അഹങ്കാരം പാടില്ല. പിന്നെ നമ്മളെക്കാൾ എന്തുകൊണ്ടും ഉയർന്ന നിലയിൽ ജീവിക്കുന്നവരാ അവർ, വിശ്വനാഥൻ പറഞ്ഞു. അതിന് അച്ഛൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അവരുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. സാരമില്ല മോനെ, നമ്മളും അത്ര മോശമല്ലെന്ന് സാവകാശം അവർക്കും മനസ്സിലായിക്കോളും. സ്വാതി അവരുടെ സംസാരം കേട്ട് കൗതുകത്തോടെ നിന്നതേയുള്ളൂ. ആദർശിനെ ഇഷ്ടപ്പെട്ടതിലേറെ അവൾക്ക് സ്നേഹം തോന്നിയത് സുലോചനയോടും രേണുകയോടുമാണ്. സ്വന്തം അമ്മയെപ്പോലെയും ചേച്ചിയെപ്പോലെയുമായാണ് അവർ പെരുമാറിയത്. 2 ദിവസം കഴിഞ്ഞു. സ്വാതിയുടെ 2 അമ്മാവന്മാരും ഒരു ചെറിയച്ഛനുമൊത്ത് വിശ്വനാഥൻ കോട്ടയത്ത് പോയി. അവർക്കും നല്ല സ്വീകരണമാണ് ആദർശിൻ്റെ വീട്ടിൽ കിട്ടിയത്. ആദർശ് വീട്ടിലുണ്ടായിരുന്നു. കല്യാണത്തിന് പറ്റിയ 2-3 ഡേറ്റുകൾ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അവിടുത്തെ സൗകര്യം കൂടി നോക്കിയിട്ട് നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം. മുഹൂർത്തം എഴുതിയ കടലാസ് വിശ്വനാഥനെ രാമദാസ് ഏൽപ്പിച്ചു. അവർ 4 പേരും കൂടി അത് പരിശോധിച്ചു. 11 മണി കഴിഞ്ഞുള്ള മുഹൂർത്തമാണ് നല്ലത്. ദൂരെ നിന്നുള്ള ആളുകൾക്ക് വരാൻ അതാണ് സൗകര്യം, ചെറിയച്ഛൻ പറഞ്ഞു. അവിടെ കൊള്ളാവുന്ന 2-3 കല്യാണ മണ്ഡപങ്ങളുണ്ട്. ഒഴിവുള്ള ഡേറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് എന്നത്തേക്ക് നടത്താമെന്ന് തീരുമാനിക്കുന്നതല്ലേ ബുദ്ധി, വലിയ മാവൻ ചോദിച്ചു. അതെ, ഇന്ന് തന്നെ അക്കാര്യം അന്വേഷിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് അറിയിച്ചാൽ മതി. സന്തോഷത്തോടെയാണ് 4 പേരും മടങ്ങിയത്. കൊള്ളാം, നല്ല ആളുകൾ, നല്ല അന്തസ്സുള്ള പെരുമാറ്റം. സ്വാതിക്ക് ഒരു വിഷമവും അവിടെ ഉണ്ടാകത്തില്ല, ചെറിയച്ഛൻ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ അവളെ ഇഷ്ടപ്പെട്ടു വന്ന ആലോചനയല്ലേ. അവളെ അവർ പൊന്നുപോലെ നോക്കും, ചെറിയമ്മാവൻ പറഞ്ഞു. നാട്ടിലെത്തിയപ്പോൾ തന്നെ അവർ കല്യാണ മണ്ഡപത്തിൽ ചെന്ന് അന്വേഷിച്ചു. 25-ാം തീയതി ഞായറാഴ്ച ഒഴിവുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അഡ്വാൻസ് കൊടുത്ത് അത് ബുക്ക് ചെയ്തു. ഒഴിവ് ദിവസം മുഹൂർത്തം കിട്ടിയാൽ നന്നായിരുന്നുവെന്ന് ആദർശ് സൂചിപ്പിച്ചിരുന്നു. കൂട്ടുകാർക്കൊക്കെ വരാൻ സൗകര്യം ഞായറാഴ്ചയാണല്ലോ. അപ്പോൾ തന്നെ വിശ്വനാഥൻ കോട്ടയത്ത് വിളിച്ച് ഡേറ്റ് അറിയിച്ചു. കല്യാണ ചർച്ചകളോ ഒരുക്കങ്ങളോ 2 വീടുകളിലും ആരംഭിച്ചു. അടുത്ത മാസം 12-ാം തീയതി കല്യാണ നിശ്ചയം. അടുത്തുള്ള ചെറിയ ഓഡിറ്റോറിയം വിശ്വനാഥൻ ബുക്ക് ചെയ്തു. ബന്ധുക്കളെ ക്ഷണിച്ചു തുടങ്ങി. മോതിരമാറലുണ്ടായിരുന്നില്ല. പക്ഷേ എൻഗേജ്മെൻറ്റിൽ വധുവും വരനും ഉണ്ടായിരുന്നു. പിറ്റേന്ന് ഒരു സന്തോഷ വാർത്ത സ്വാതിയെ തേടിയെത്തി. മുൻപൊരിക്കൽ അവൾ പങ്കെടുത്ത ഒരു ബാങ്കിൻ്റെ പ്രൊബേഷണറി ഓഫീസറുടെ ഇൻ്റർവ്യൂ റാങ്ക് ലിസ്റ്റ് വന്നു. അവൾക്ക് സെലക്ഷനുണ്ട്.
ഉടനെ പോസ്റ്റിംഗ് ഉണ്ടാകുമോ മോളെ? ആഹ്ലാദത്തോടെ വിശ്വനാഥൻ ചോദിച്ചു. അറിയില്ലച്ചാ, എന്തായാലും 1 മാസമെങ്കിലും കഴിയും, സ്വാതി പറഞ്ഞു. കല്യാണത്തിനിടയിലാണെങ്കിൽ പത്മിനി ആശങ്കപ്പെട്ടു. അതൊന്നും സാരമില്ലമ്മേ, ജോയിനിങ് ടൈം കിട്ടും. എനിക്ക് നല്ല പേടി, ആദ്യത്തെ പോസ്റ്റിൽ മിക്കവാറും കേരളത്തിന് വെളിയിലായിരിക്കും. അയ്യോ, അപ്പോഴെന്ത് ചെയ്യും? എല്ലാവർക്കും വിഷമമായി. 3 വർഷം കഴിയാതെ പിന്നെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടില്ല. എന്തായാലും കോട്ടയത്ത് വിളിച്ച് ഇക്കാര്യം അറിയിക്കേ, പത്മിനി പറഞ്ഞു. ദൂരെയൊക്കെ പോസ്റ്റിംഗ് കൊടുത്താൽ പലരും ജോയിൻ ചെയ്യാൻ മടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നാട്ടിൽ തന്നെ ബാങ്കുകൾ നിയമനം കൊടുക്കുന്നുവെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്, അവൾ പറഞ്ഞു. ഏത് നാട്ടിൽ കിട്ടിയാലും പോണം മക്കളെ. ബാങ്കിൽ ഓഫീസറാവുക എന്നത് നിസ്സാര കാര്യമല്ല. അല്ലെങ്കിൽ തന്നെ വേറെയും ഇൻ്റർവ്യൂകളിൽ നീ പങ്കെടുത്തിട്ടുണ്ടല്ലോ. അത് വല്ലതും നാട്ടിൽ കിട്ടിയാൽ ഇത് രാജിവെച്ചിട്ട് പോകാമല്ലോ, വിശ്വനാഥൻ ധൈര്യം കൊടുത്തു. അന്ന് തന്നെ ഇക്കാര്യം രാമദാസിനെ വിളിച്ച് അയാൾ അറിയിച്ചു. വലിയ സന്തോഷത്തോടെയാണ് അവിടെ ഈ വാർത്ത സ്വീകരിക്കപ്പെട്ടത്. കേട്ടോ, സ്വാതിക്ക് ബാങ്കിൽ ഓഫീസറായിട്ട് ജോലി കിട്ടി. അതെയോ? ഏത് ബ്രാഞ്ചിലാണ്? ജയപ്രസാദ് ചോദിച്ചു. സെലക്ഷൻ ലിസ്റ്റ് വന്നതേയുള്ളൂ. ഏത് ബ്രാഞ്ചിലാണെന്ന് പിന്നീടേ അറിയൂ. ഒക്കെ അവൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പെൺകുട്ടി ബാങ്ക് ഓഫീസറാണെന്ന് നമുക്കിനി അഭിമാനത്തോടെ പറയാം. കല്യാണക്കുറി അച്ചടിച്ച് കിട്ടിയിരുന്നെങ്കിലും ക്ഷണം തുടങ്ങിയിരുന്നില്ല. കല്യാണ നിശ്ചയം ഭംഗിയായി നടന്നു. പിറ്റേന്ന് ആണ് സ്വാതി കൊല്ലത്തേക്ക് പോയത്. ബാങ്ക് കോച്ചിങ് സെൻറ്ററിലെ ചില അധ്യാപകർക്കും കൂട്ടുകാർക്കുമൊക്കെ അവർ ക്ഷണക്കത്ത് കൊടുത്തു. ഓഫീസർ പോസ്റ്റിലേക്ക് സെലക്ഷൻ കിട്ടിയ കാര്യം അവരെ അറിയിച്ചു. തിരിച്ചു പോരുമ്പോൾ ചിന്നക്കടയിൽ വെച്ച് റിംസൺ ബൈക്കിൽ പോകുന്നത് അവൾ കണ്ടു. കല്യാണക്കാര്യം അവൻ അറിയാൻ സാധ്യതയുണ്ടെന്ന് അവൾക്ക് തോന്നി. പിന്നീടുള്ള ദിവസങ്ങൾ തിരക്കിൻ്റെ ദിവസങ്ങളായിരുന്നു. കല്യാണ ഡ്രസ്സ് എടുക്കൽ, സ്വർണം വാങ്ങൽ, ബന്ധുക്കളെയും നാട്ടുകാരെയും കാണിക്കൽ. വളരെ പെട്ടെന്നാണ് കല്യാണ ദിവസം എത്തിയത്. അതിനു മുമ്പ് തന്നെ എല്ലാ ജോലികളും തീർക്കാൻ കഴിഞ്ഞു. കല്യാണത്തിൻ്റെ അന്ന് വെളുപ്പിന് തന്നെ ബ്യൂട്ടീഷ്യൻ വന്നു. മുഹൂർത്ത സമയത്തിന് അരമണിക്കൂർ മുമ്പേ അവർ ഓഡിറ്റോറിയത്തിലെത്തി. വരനും സംഘവും നേരത്തെ തന്നെ വന്നു. ഓഡിറ്റോറിയം നിറയെ അതിഥികളുണ്ടായിരുന്നു. മുഹൂർത്ത സമയത്ത് തന്നെ സ്വാതിയുടെ കഴുത്തിൽ ആദർശ് താലി ചാർത്തി. വരൻ്റെ ഗൃഹത്തിലേക്കുള്ള യാത്ര. അച്ഛൻ്റെയും അമ്മയുടെയും കാല് തൊട്ട് വന്നിച്ചപ്പോൾ സ്വാതിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു ജീവിതത്തിന് തിരശ്ശീല താഴ്ന്നു. ഒരു പുതിയ ജീവിതത്തിന് തിരശ്ശീല ഉയരുന്നു. അലങ്കരിച്ച കാറിൻ്റെ ബാക്ക് സീറ്റിൽ ആദർശിൻ്റെ അടുത്തിരിക്കുമ്പോൾ അവൾക്ക് പുതിയ ഒരു സുരക്ഷിതത്വ ബോധം അനുഭവപ്പെട്ടു. അയാൾ അവളുടെ കൈയെടുത്ത് പിടിച്ചു പുഞ്ചിരിച്ചു. അവൾ മന്ദഹാസത്തോടെ മുഖം കുരിച്ചു. അന്ന് നമ്മൾ ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സാധി വിചാരിച്ചോ? അയാൾ ചോദിച്ചു. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഓരോ പുരുഷനും ഓരോ സ്ത്രീയെ തീരുമാനിച്ചിട്ടുണ്ടെന്ന്. അവർക്ക് മാത്രമേ ഒന്നിച്ചു ചേരാൻ കഴിയൂ. ശരിയാണെന്ന് അവൾക്ക് തോന്നി. ആദർശിൻ്റെ വീട്ടിലെത്തിയപ്പോൾ സുലോചനയാണ് 5 തിരിയിട്ട നിലവിളക്ക് കൊടുത്ത് അവളെ സ്വീകരിച്ചത്. അവൾ വലതുകാൽ വെച്ച് പടി കയറി. സന്ധ്യയ്ക്ക് മുമ്പേ അതിഥികളെല്ലാവരും പിരിഞ്ഞുപോയി. രാത്രിയിൽ നേരത്തെ ഭക്ഷണം കഴിച്ചു. ആദ്യ രാത്രി. നവവരനും വധുവും ഒരുപാട് വൈകും വരെ സംസാരിച്ചിരുന്നു. പരസ്പരം അറിയാനുള്ള ശ്രമമായിരുന്നു അത്. പിറ്റേന്ന് രാവിലെ വിശ്വനാഥിൻ്റെ വിളി വന്നു. മോളെ, പ്രൊബേഷണറി ഓഫീസറുടെ പോസ്റ്റിംഗ് ഓർഡർ ആയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ നിൻ്റെ കൂട്ടുകാരി വിളിച്ച് പറഞ്ഞു. മെയിൽ നോക്കിയാൽ അറിയാം. ഇപ്പം തന്നെ നോക്കാച്ചാ, ആദർശനോട് പറഞ്ഞപ്പോൾ അയാൾ ലാപ്ടോപ്പിൽ നെറ്റ് എടുത്തു കൊടുത്തു. അവൾ നെഞ്ചിരിപ്പോടെയാണ് മെയിൽ നോക്കിയത്. ബാങ്കിൻ്റെ പോസ്റ്റിംഗ് ഓർഡർ വന്ന് കിടപ്പുണ്ടായിരുന്നു. അവർക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നി. ഏട്ടാ, എനിക്ക് ഇടപ്പള്ളി ബ്രാഞ്ചിലാണ് പോസ്റ്റിംഗ്, എറണാകുളത്ത്. അതെ, ആദർശ് അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചു. ഓഫീസിലെ ചെറിയ ഡൈനിങ് റൂമിൽ പതിവ് പോലെ ഗാഥയും ഫൗസിയ അടുത്തടുത്താണ് ഊണ് കഴിക്കാനിരിക്കുന്നത്. ഫൗസിയ ടിഫിൻ ബോക്സ് തുറന്നപ്പോൾ പതിവ് പോലെ ചോറിന് പുറമെ കാബേജ് തോരനും സാമ്പാറും. രാവിലത്തെ ഇഡ്ഡലിയുടെ സാമ്പാർ തന്നെയാണ് ഉച്ചയ്ക്കലത്തെ ഊണിന് തന്നയക്കുന്നത്, അവൾ പറഞ്ഞു. ഞാനും ഇത് കുറേ അനുഭവിച്ചതല്ലേ. ചോറും ചമ്മന്തിയും തൈരും പാവയ്ക്ക മെഴുക്കുപുരട്ടിയുമാണ് ഗാഥയുടെ ടിഫിൻ ബോക്സിലുണ്ടായിരുന്നത്. നീ കുക്കിംഗ് തുടങ്ങിയോ? ഫൗസി ചോദിച്ചു. തലേ ദിവസം വരെ അവൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ ഇടിയപ്പവും പുട്ടുമൊക്കെയാണ് കൊണ്ടുവന്നിരുന്നത്. എരിവും പുളിയുമൊക്കെ വേണം ഇപ്പോൾ വല്ലതും കഴിക്കണമെങ്കിൽ. ഗാഥ നാരങ്ങ അച്ചാറിൻ്റെ കുപ്പിയെടുത്ത് തുറന്നു. അച്ചാർ മേടിച്ചതാണ്. അവൾ അത് ഫൗസിയയ്ക്ക് നീട്ടി. ഫൗസിയ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഡോക്ടറെ കാണാൻ പോയിട്ട് എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് പറഞ്ഞോ? അവൾ തിരക്കി. ഇല്ല. അതെന്താ? പ്രതീക്ഷിക്കുന്ന ഡെലിവറി ഡേറ്റ് എല്ലാ ഡോക്ടർമാരും കുറിച്ച് തരാറുള്ളതാണല്ലോ. അടുത്ത തവണ ചെല്ലുമ്പോൾ തരാമെന്ന് പറഞ്ഞു. മുഖം കുറിച്ചാണ് ഗാഥ സംസാരിച്ചത്. ഒരു രഹസ്യം അവളുടെ മനസ്സിലിരുന്ന് വിങ്ങുന്നുണ്ടായിരുന്നു. ആരുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റാത്ത രഹസ്യം. ഗാഥ, ഫൗസിയെ വിളിച്ചു. അവൾ മുഖം ഉയർത്തി നോക്കി. ഫൗസിയ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തു കുഴപ്പം? നിന്റെ മനസ്സിനെന്തോ ഭാരമുള്ളതുപോലെ. ഏയ്, അത് വെറും തോന്നലാണ്. ഫൗസിയോട് പോലും ആ രഹസ്യം വെളിവാക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. ഫൗസിയയുടെ നാവിൽ നിന്ന് അത് പുറത്തു പോവുകയില്ല. എങ്കിലും ആരും അതറിയണ്ട. ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? മനസ്സിലായി എന്നർത്ഥത്തിൽ ഗാഥ തലകുലുക്കി. നിനക്കൊരു സംശയവുമില്ലേ? ഇല്ല. ആശ്വാസമായി. സത്യത്തിൽ എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. അത് മാറിയല്ലോ. ധൈര്യമായിട്ടിരിക്കാമല്ലോ നിനക്ക്. ഗാഥയ്ക്ക് നേരെ വിഷമം തോന്നാതിരുന്നില്ല. എല്ലാം തുറന്നു പറയുന്ന കൂട്ടുകാരികളാണ് രണ്ടുപേരും. നിക്കാഹിന് മുമ്പ് സംഭവിച്ചിട്ടുള്ളതും അതിനുശേഷവും ഉണ്ടായിട്ടുള്ളതുമായ എത്രയോ രഹസ്യങ്ങൾ ഫൗസിയ പറഞ്ഞിട്ടുണ്ട്. ആദർശിനെക്കുറിച്ച് പിന്നീട് എന്തെങ്കിലും അറിയാൻ പറ്റിയിട്ടുണ്ടോ? ഊണ് കഴിക്കുന്നതിനിടയിൽ ഫൗസിയ ചോദിച്ചു. ഇല്ല. ഇപ്പോൾ എറണാകുളത്ത് വരാറുണ്ടോ എന്ന് പോലും അറിയില്ല. ഗാഥ മിണ്ടിയില്ല. ഒരു കണക്കിന് ഒന്നും അറിയാതിരിക്കുന്നത് നല്ലത്.
അതെ, ഒന്നും അറിയണ്ട. കണ്ടുമുട്ടാതിരിക്കുകയും വേണം. ആദർശിൻ്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ വളരുന്നതെന്ന് ഒരിക്കലും അയാൾ അറിയാൻ പാടില്ല. അന്ന് ഓഫീസ് വിട്ട് ഇടപ്പള്ളിയിൽ ബസ്സിറങ്ങിയപ്പോൾ അവൾ ശ്യാംകുമാറിനെ വിളിച്ചു നോക്കി. അപ്പോൾ സമയം 6 മണി കഴിഞ്ഞിരുന്നു. എനിക്കിപ്പോൾ ഇറങ്ങാൻ പറ്റില്ലല്ലോ ഗാതെ, അയാൾ ഖേദത്തോടെ പറഞ്ഞു. സാരമില്ല ശ്യാം ചേട്ടാ, ഞാനൊരു ഓട്ടോയിൽ പോയിക്കോളാം. അവിടുന്ന് കഷ്ടിച്ച് 1 കിലോമീറ്ററേ ഉള്ളൂ വീട്ടിലേക്ക്. അധികം സ്പീഡ് വേണ്ടാന്ന് ഓട്ടോ ഡ്രൈവറോട് പറയണേ, ശ്യാംകുമാർ ഓർമ്മിപ്പിച്ചു. പറയാം. നല്ല റോഡാണ്, കുഴിയൊന്നുമില്ല, അതുകൊണ്ട് പേടിക്കാതെ പോകാം. ഗാഥ വീട്ടിൽ ചെന്ന് വാതിൽ തുറന്നകത്ത് കയറി. ആ വലിയ വീട്ടിൽ തനിച്ചിരിക്കാൻ അവൾക്ക് സത്യത്തിൽ ഭയമുണ്ടായിരുന്നു. വേഷം മാറ്റിയിട്ട് അവൾ കിച്ചണിലേക്ക് ചെന്നു. രാത്രിയിൽ ഭക്ഷണം ഉണ്ടാക്കണ്ട എന്നാണ് ശ്യാംകുമാർ അവളോട് പറഞ്ഞിട്ടുള്ളത്. 2 പേരല്ലേ ഉള്ളൂ, കഴിക്കാൻ എന്തെങ്കിലും പാഴ്സൽ മേടിക്കാം. പക്ഷേ ഗാഥയ്ക്ക് അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. അവൾ ബുദ്ധിമുട്ടണ്ട എന്ന് കരുതിയാണ് അയാൾ അങ്ങനെ പറഞ്ഞതെന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷേ വീട്ടിൽ തന്നെ ആഹാരമുണ്ടാക്കി കഴിക്കാനായിരുന്നു അവൾക്കിഷ്ടം. വല്ലപ്പോഴുമൊക്കെ പുറത്തുനിന്ന് കഴിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ എന്നും വേണ്ട. 7 മണിക്ക് മുമ്പ് ശ്യാംകുമാർ വന്നു. ഇവിടുത്തെ ബ്രാഞ്ചിൽ ഡെപ്യൂട്ടേഷനിൽ വന്നതുകൊണ്ടാണ് ഇത്രയും നേരത്തെ എനിക്ക് വീട്ടിൽ വരാൻ കഴിഞ്ഞത്, അയാൾ പറഞ്ഞു. ഒരാഴ്ചത്തേക്കല്ലേ ഉള്ളൂ, എന്നാലും ശ്യാംചേട്ടൻ നേരത്തെ വരുമെന്നറിയുമ്പോൾ എനിക്ക് സന്തോഷമാണ്. അവൾ കുളി കഴിഞ്ഞ് വേഷം മാറിയിരുന്നു. ഞാൻ വേഗം കുളിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് പുറത്ത് പോയി കഴിക്കാം. വേണ്ട, കഴിക്കാൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതല്ലേ ഗാഥ, ഈ സമയത്ത് കഷ്ടപ്പെടണ്ടെന്ന് അയാൾ സ്നേഹപൂർവ്വം കുറ്റപ്പെടുത്തി. ശ്യാംചേട്ടന് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് എനിക്കിഷ്ടമാണ്, അത് വേണ്ടെന്ന് പറയല്ലേ. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. ഇന്ന് അമ്മ വിളിച്ചിരുന്നു, അവൾ പറഞ്ഞു. അമ്മ നിലത്തെങ്ങുമല്ല അല്ലേ, അയാൾ കളിയാക്കി ചോദിച്ചു. അമ്മയ്ക്ക് വലിയ സന്തോഷം, മകളുടെ വിവാഹം, അവൾക്കൊരു കുഞ്ഞു പിറക്കുക, ഇതൊക്കെ ഏതൊരമ്മയുടെയും സ്വപ്നമാണ് ശ്യാംചേട്ടാ. വളരെ പെട്ടെന്നല്ലേ അമ്മയുടെ 2 സ്വപ്നങ്ങളും സഫലമായത്. ശരിയാണ്, വീട്ടിൽ നിന്ന് അമ്മയും ഇന്നെന്നെ വിളിച്ചു. എപ്പോൾ? ഉച്ച കഴിഞ്ഞപ്പോൾ. ഇങ്ങോട്ട് വരാനിരിക്കുക ഞായറാഴ്ച എല്ലാവരും കൂടെ. വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് വരണമെന്ന ആഗ്രഹം. ചിലപ്പോൾ അപർണയെയും കൂട്ടി വന്നേക്കും. ശ്യാംകുമാർ ഒരു നിമിഷം ആലോചിച്ചു. നമുക്കൊരു കാര്യം ചെയ്താലോ? ശനിയാഴ്ച വീട്ടിലേക്ക് പോകാം. എല്ലാവരും കൂടി വരുന്നതിലും നല്ലത് നമ്മൾ 2 പേരും കൂടി അങ്ങോട്ട് പോകണതല്ലേ. ഗാഥയുടെ വീട്ടിലും പോകാം. എങ്കിൽ 2 ദിവസം ലീവ് എടുക്കേണ്ടി വരും. 1-2 ദിവസങ്ങൾ തികയില്ലെന്ന് അവൾക്ക് തോന്നി. ശൂരനാട്ട് പോയി 2 ദിവസം അമ്മയോടൊപ്പം താമസിക്കണം. വ്യാഴവും വെള്ളിയും ലീവ് എടുക്കാം. ശനിയും ഞായറും അവധിയാണല്ലോ, അവൾ പറഞ്ഞു. അത് ശരിയാ, ബുധനാഴ്ച വൈകുന്നേരം പോകാം, അയാൾ സമ്മതിച്ചു. രാത്രിയിൽ ഡ്രൈവ് ചെയ്യണോ? വ്യാഴാഴ്ച രാവിലെ പോയാൽ പോരെ, അവൾ ചോദിച്ചു. രാത്രിയൊന്നും പ്രശ്നമല്ല, 10 മണിക്ക് മുമ്പ് നമ്മൾ വീട്ടിലെത്തും. അവൾ പിന്നെ എതിർത്തില്ല. ബുധനാഴ്ച വൈകുന്നേരം അവർ 6 മുളയ്ക്ക് പുറപ്പെട്ടു. ശ്യാംകുമാർ പറഞ്ഞതുപോലെ 10 മണിക്ക് മുമ്പ് അവർ വീട്ടിലെത്തി. ഇത്രയും ദൂരം ഗാഥയെയും കൊണ്ട് കാറിലൊന്നും വരണ്ട മോനെ, ട്രെയിനാണ് കൂടുതൽ സേഫ്, ഭക്ഷണം കഴിക്കുമ്പോൾ സൗമിനി ഉപദേശിച്ചു. ഇടപ്പള്ളിയിൽ ട്രെയിനിന് സ്റ്റോപ്പില്ലാമേ, പിന്നെ എറണാകുളത്ത് വന്ന് കയറേണ്ടി വരും. അത് വലിയ കഷ്ടപ്പാടാ, ശ്യാംകുമാർ പറഞ്ഞു. എന്നാൽ കഴിച്ചിട്ട് കിടന്നുറങ്ങ്, മോൾക്ക് നല്ല ക്ഷീണം കാണും. ശ്യാംകുമാറിൻ്റെ വീട്ടിൽ ഗാഥയ്ക്ക് പ്രത്യേക പരിഗണനയാണ് കിട്ടിയത്. മകൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോവുകയല്ലേ, അതുകൊണ്ടായിരിക്കും എന്ന് അവൾക്ക് തോന്നി. അല്ലെങ്കിൽ തന്നെ ഗോപാലകൃഷ്ണനും സൗമിനിയും പല്ലവിയും അവളോട് നല്ല സ്നേഹത്തിലെ നേരത്തെയും പെരുമാറിയിട്ടുള്ളൂ. മോൾ വീട്ടിലേക്ക് പോകുന്നുണ്ടോ? പിറ്റേന്ന് രാവിലെ സൗമിനി ചോദിച്ചു. പോണം അമ്മേ, നാളെ കഴിഞ്ഞ് പോയാൽ മതി. അവിടുന്ന് നിങ്ങൾക്ക് നേരിട്ട് എറണാകുളത്തിന് പോകാമല്ലോ. ശരിയാണമ്മേ, ഞാൻ ശ്യാമേട്ടനോട് പറയാം. മോൾക്ക് ഞാൻ കുറച്ച് അച്ചാറുണ്ടാക്കി തരാം. ഏതാണ് ഇഷ്ടം? നാരങ്ങയോ മാങ്ങയോ നെല്ലിക്കയോ? ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി. എന്തായാലും മതി അമ്മേ, നാരങ്ങയും നെല്ലിക്കയോ ഉണ്ടാക്കി തന്നേക്കാം. അതിനാണ് മാങ്ങയേക്കാൾ ഗുണമുള്ളത്. ചേച്ചി ഡെലിവറി ഡേറ്റ് എന്നാണ്? അപ്പോഴാണ് പല്ലവി ചോദിച്ചത്. ഗാഥ ഭയപ്പെട്ടിരുന്ന ചോദ്യമായിരുന്നു അത്. പലവട്ടം ചിന്തിച്ചെങ്കിലും തൃപ്തികരമായ ഒരു മറുപടി കണ്ടുപിടിക്കാൻ അവൾക്ക് അതുവരെ കഴിഞ്ഞിരുന്നില്ല. ഡേറ്റ് ചോദിച്ചില്ല മോളെ, അടുത്ത തവണ ചെല്ലുമ്പോൾ പറയുമായിരിക്കും, അവൾ തൽക്കാലം തടിത്തപ്പി. അത് നമുക്ക് തന്നെ കണക്ക് കൂട്ടാനുള്ളതേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞത് മുതൽ 10ാമത്തെ മാസം ഓഗസ്റ്റ് മുതൽ കൂട്ടിയാൽ മതിയല്ലോ, സൗമിനി പറഞ്ഞു. ഓഗസ്റ്റ് മുതൽ പല്ലവി കൈവിരലുകളെ കണക്ക് കൂട്ടി. മെയ് മാസത്തിലായിരിക്കും അമ്മയുടെ ഡെലിവറി, അവൾ പറഞ്ഞു. അത് നന്നായി, സ്കൂളിൻ്റെ വെക്കേഷൻ ടൈമാണ്, അതുകൊണ്ട് എനിക്ക് ലീവ് എടുക്കേണ്ടി വരത്തില്ല. സൗമിനിക്ക് സന്തോഷമായി. മെയ് മാസം വരെ പോവുകയില്ല, ഏപ്രിലോ അല്ലെങ്കിൽ മാർച്ച് അവസാനമോ പ്രസവം നടക്കും. അവരുടെ കണക്കിൽ 9ാം മാസത്തിൽ. ഗാഥ ഒന്ന് ഞെട്ടി. 9ാം മാസമാകും മുമ്പ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ പലർക്കും സംശയമുണ്ടാവുകയില്ലേ? മിക്കവാറും എല്ലാ മാസത്തിലും സ്കാനിങ് നടത്തിയേക്കും. അതിൽ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് ശ്യാംചേട്ടൻ്റെ കണ്ണിൽ പെടാതിരിക്കില്ല. 3ാം മാസത്തെ റിപ്പോർട്ടിൽ കുഞ്ഞിന് 4 മാസത്തെ വളർച്ച. ഈശ്വരാ. രാംദാസ് പുറത്തു പോയിട്ട് വന്നപ്പോൾ സുലോചന ടെലിഫോണിൻ്റെ അടുത്ത് ഇരുന്നുകൊണ്ട് ഫോൺ നമ്പറുകൾ എഴുതിയ ബുക്കെടുത്ത് പരിശോധിക്കുകയായിരുന്നു. എന്തുവാ നീ നോക്കുന്നേ? പായിപ്പെട്ട ലീലാമണിയുടെ നമ്പർ നോക്കുമായിരുന്നു. അവളോടൊന്ന് സംസാരിക്കണം എനിക്ക്. രവീന്ദ്രൻ്റെ നമ്പർ എൻ്റെ മൊബൈലിലുണ്ട്, വേണമെങ്കിൽ വിളിച്ചു തരാം. വേണ്ട, എനിക്ക് അവളോട് സംസാരിക്കേണ്ടത്. അന്ന് കല്യാണം വിളിക്കാൻ നമ്മൾ ചെന്നപ്പം അവൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആദർശിന് ജോലിയുള്ള ഒരു പെണ്ണിനെ കിട്ടത്തില്ലായിരുന്നോ എന്ന്. രാംദാസിൻ്റെ ബന്ധത്തിലുള്ള ഒരു സഹോദരിയാണ് ലീലാമണി. അവരുടെ മൂത്ത മകൻ റെയിൽവേയിൽ ടിക്കറ്റ് എക്സാമിനറാണ്. 2ാമത്തെ മകൻ പോലീസിൽ. 3ാമത്തേത് മകളാണ്, അപ്പർ പ്രൈമറി സ്കൂൾ അധ്യാപിക. കല്യാണം കഴിഞ്ഞിട്ടില്ല. അവളന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ? സുലോചന ചോദിച്ചു. ഇല്ല, അയാൾ അജ്ഞത നടിച്ചു. അവളുടെ മോളെ ആദർശിനെ ആലോചിക്കാൻ വയ്യായിരുന്നോന്ന്.
കണ്ടാലൊരു വർക്കത്തുമില്ലാത്ത ആ പെണ്ണിനെ എൻ്റെ മോൻ്റെ തലയിൽ കെട്ടിവയ്ക്കാൻ പറ്റാത്തുള്ള കൊതിക്കുറവ്. എൻ്റെ നാവ് ചൊറിഞ്ഞു വന്നതാ. പിന്നെ ഞാനൊന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ അവൾക്ക് തണ്ടിത്തിരി കൂടുതലാണ്. മക്കളൊക്കെ ഉദ്യോഗക്കാരല്ലേ. നമ്മുടെ മക്കൾക്ക് പ്രൈവറ്റ് ജോലിയല്ലേ. ലീലാമണിയുടെ വീട്ടിലെ നമ്പർ സുലോചന കണ്ടുപിടിച്ചു. അവർ അത് ഡയൽ ചെയ്തു. ഹലോ. ലീലാമണി തന്നെയാണ് ഫോൺ എടുത്തത്. സുലോചനയ്ക്ക് സന്തോഷം തോന്നി. ലീലേ, ഇത് കോട്ടയത്തുനിന്ന് സുലോചന ചേച്ചിയാ. എന്താ ചേച്ചി വിശേഷങ്ങൾ? പുത്തപ്പെണ്ണ് വീട്ടിലുണ്ടോ? എന്നാ അവരെ ഇങ്ങോട്ട് വിടുന്നേ? ഞായറാഴ്ച മതി. എന്നാലല്ലേ ഇവിടെയുള്ളവർക്ക് ഒഴിവ് കിട്ടൂ. അക്കാര്യം പറയാനാണ് ലീല വിളിച്ചത്. ഉടനെ എങ്ങും പിള്ളേരെ അങ്ങോട്ട് വരാൻ പറ്റുമെന്ന് തോന്നില്ല. അതെന്താ ചേച്ചി? സ്വാതിക്ക് ബാങ്കിൽ ജോലി കിട്ടി എറണാകുളത്ത്. അതുകൊണ്ട് ഉടനെയെങ്ങും യാത്ര പോകാൻ പറ്റത്തില്ല. ക്ലാർക്കുമാരായിട്ട് ബാങ്കിൽ ഇപ്പോൾ ഒരുപാട് പേരെ എടുക്കുന്നുണ്ടെന്ന് കേട്ടു. നമ്മുടെ തെക്കേതിലെ സുനീതയ്ക്കും കിട്ടിയിട്ടുണ്ട്. ലീലാമണി ആ പറഞ്ഞത് സുലോചനയ്ക്ക് തീരെ പിടിച്ചില്ല. അതിപ്പോൾ ആര് പോയി ടെസ്റ്റ് എഴുതിയാലും ക്ലർക്കായിട്ട് ജോലി കിട്ടും. ഇത് ഓഫീസറായിട്ടാണ്. IAS പരീക്ഷ പാസ്സാകാൻ ഇതിലും എളുപ്പമാണെന്ന് അറിവുള്ളവർ പറയുന്നത്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും ബാങ്കിൽ ഓഫീസറായിട്ട് ജോലി കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ആ ഭാഗ്യം ഞങ്ങൾക്കാണ് കിട്ടിയത്. എഴുന്നേറ്റ് പോകണോ അതോ ഇരിക്കണോ എന്ന് രാംദാസ് സംശയിച്ചു. ഇരുന്നാൽ സുലോചനയുടെ പൊങ്ങച്ചം കൂടുതൽ കേൾക്കേണ്ടി വരും. അയാൾ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴേക്കും സുലോചന റിസീവർ വെച്ചു. അവൾക്കത് സഹിച്ചില്ല. ആരോ കോളിംഗ് ബെല്ലടിക്കുന്നെന്ന് പറഞ്ഞ് ഫോൺ വെച്ച് കളഞ്ഞു. പുഞ്ചിരിയോടെ അവർ പറഞ്ഞു. നീ എന്തിനാ വെറുതെയോ? എന്നെ കൊച്ചാക്കാൻ നോക്കുന്നവരെ ഞാൻ വെറുതെ വിടത്തില്ല. ദൈവം എൻ്റെ ഭാഗത്താ. അല്ലെങ്കിൽ ആദർശിൻ്റെ ഭാഗ്യമാ മരുമകൾ ബാങ്ക് ഓഫീസറാണെന്ന് പറയുന്നത്. നമുക്കൊരു അഭിമാനമല്ലേ? പതുക്കെ പറ. ആ രേണുക കേൾക്കണ്ട. രാംദാസ് കൈകാട്ടി തടഞ്ഞു. വിചാരിച്ച അവൾക്കും സർക്കാർ ജോലി കിട്ടിയാനേ. ടെസ്റ്റ് എഴുതാൻ വയ്യ. മടിച്ചിയായിപ്പോയി. വിഷയം മാറ്റാനായിരുന്നു രാംദാസിന് താല്പര്യം. പിള്ളേർ രണ്ടും എവിടെ പോയി? ടൗണിൽ പോയതാ. സ്വാതിക്ക് കുറേ ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അവൾ ഓഫീസറല്ലേ. വേഷം കണ്ടാൽ അതിൻ്റെ അന്തസ്സ് വേണ്ടേ? വേണം. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴേക്ക് ആദർശിൻ്റെ കാർ കയറി വന്നു. കാറിൽ നിന്നിറങ്ങിയ സ്വാതിയുടെയും ആദർശിൻ്റെയും ഇരു കൈകളിലും പാക്കറ്റുകളുണ്ടായിരുന്നു. എല്ലാം വാങ്ങിച്ചോ മക്കളെ? സുലോചന ചോദിച്ചു. വാങ്ങിച്ചമ്മേ. മതി എന്ന് ഞാൻ പറഞ്ഞിട്ടും ആദർശേട്ടൻ സമ്മതിച്ചില്ല. സ്വാതി പറഞ്ഞു. വാങ്ങിയ സാരികളും ചുരിദാറുകളും അവൾ സുലോചനയെ കാണിച്ചു. അവൾക്ക് സന്തോഷമായി. ഭംഗിയായിട്ട് ഡ്രസ് ചെയ്യണം മോളെ. നമ്മുടെ വേഷം കണ്ടിട്ടാ ആളുകൾ നമ്മളെ വിലയിരുത്തുന്നത്, അവർ പറഞ്ഞു. അതിരിക്കട്ടെ, മോൾ എവിടെ താമസിക്കാൻ പോകുന്നത്? അടുത്ത ഹോസ്റ്റൽ വല്ലതും കാണുമോ? രാംദാസ് ചോദിച്ചു. ഞാൻ പോയി അന്ന് അന്വേഷിക്കാം, ആദർശ് പറഞ്ഞു. അത് വേണ്ട മക്കളെ. കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് താമസിക്കണം. വല്ല ഫ്ലാറ്റോ മറ്റോ വാടകയ്ക്ക് എടുക്ക്. നിനക്ക് എറണാകുളത്തും വർക്ക് ചെയ്യാമല്ലോ, സുലോചന പറഞ്ഞു. അത് നല്ലൊരു ഐഡിയ ആണ്, ആദർശ് സമ്മതിച്ചു. ഇടപ്പള്ളിയിലൊക്കെ ഇഷ്ടംപോലെ ഫ്ലാറ്റുകളുണ്ട്. വാടക കൂടുതലായിരിക്കുമെന്നേ ഉള്ളൂ, രാംദാസ് പറഞ്ഞു. റെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ വേവലാതിപ്പെടണ്ട അച്ഛാ. വാടകയൊക്കെ ബാങ്ക് കൊടുത്തോളും, ആദർശ് പറഞ്ഞു. എങ്കിൽ പിന്നെ ഫ്ലാറ്റ് നോക്ക്. ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പം ചില സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകണം. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പിന്നെ സ്ഥലത്തെ 2 പ്രധാന വ്യക്തികളിൽ നിന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ്. എനിക്ക് വീട്ടിലേക്കൊന്ന് പോയാൽ കൊള്ളാമായിരുന്നു, സ്വാതി പറഞ്ഞു. എങ്കിലൊരു കാര്യം ചെയ്യേ. ഇന്ന് തന്നെ നിങ്ങൾ 3-ാം കുറ്റിക്ക് പോ. സ്വാതി മോൾ സർട്ടിഫിക്കറ്റുകളൊക്കെ മേടിക്കട്ടെ. തിങ്കളാഴ്ച പോയി ജോയിൻ ചെയ്യാനുള്ളതല്ലേ, രാംദാസ് പറഞ്ഞു. അതാ നല്ലത്. താമസ സൗകര്യവും അന്വേഷിക്കണ്ടേ? തിങ്കളാഴ്ച ചെന്നാൽ എവിടെ താമസിക്കും? സുലോചന ചോദിച്ചു. സ്വാതിയെ ഞാൻ വീട്ടിൽ കൊണ്ട് ചെന്ന് വിട്ടിട്ട് എറണാകുളത്തൊന്ന് പോകാം. ചില ഫ്രണ്ട്സ് അവിടെയുണ്ട്. ഏതെങ്കിലും ഫ്ലാറ്റ് കിട്ടുമോ എന്ന് അന്വേഷിക്കാം, ആദർശ് പറഞ്ഞു. അതാ നല്ലത്. എന്തായാലും ഊണ് കഴിഞ്ഞ് പോയാൽ മതി. ഉച്ചയൂണ് കഴിഞ്ഞിട്ടാണ് അവർ 3-ാം കുറ്റിയിലേക്ക് പോയത്. ചെന്നപ്പോൾ വിശ്വനാഥനും പത്മിനിക്കും വലിയ സന്തോഷമായി. ചേച്ചി പണ്ടൊരു കാര്യം എന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സൂരജ് അവളെ ഓർമ്മിപ്പിച്ചു. എന്താടാ? ജോലി കിട്ടുമ്പോൾ എനിക്കൊരു ബൈക്ക് മേടിച്ച് തരാമെന്ന്. അത് കേട്ട് ആദർശ് ചിരിച്ചു. സൂരജിന് 18 വയസ്സായോ? ഇല്ല ചേട്ടാ, ഇനി 1 കൊല്ലം കൂടി കഴിയണം, അവൻ പറഞ്ഞു. എങ്കിൽ സമാധാനപ്പെട്ട്. 18 വയസ്സ് തികയുമ്പോൾ ചേച്ചിയുടെ വക ഒരു പുതുപുത്തൻ ബൈക്ക് ഇവിടെ എത്തിയിരിക്കും. അവന് സന്തോഷമായി. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് വാങ്ങും? ആദർശ് ചോദിച്ചു. കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാം. ഏതെങ്കിലും ഡോക്ടറെ കണ്ടാൽ മതി. അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഞാനും കൂടി പോകാം മോനെ, വിശ്വനാഥൻ പറഞ്ഞു. സ്വഭാവ സർട്ടിഫിക്കറ്റോ? ഒരെണ്ണം പഞ്ചായത്ത് പ്രസിഡന്റിനോട് മേടിക്കാം. ഒരെണ്ണം നമ്മുടെ ബാലകൃഷ്ണൻ സാറിനോടും. അദ്ദേഹം ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ അല്ലേ. ആ പ്രശ്നവും അങ്ങനെ പരിഹരിക്കപ്പെട്ടു. പിറ്റേന്ന് രാവിലെ ആദർശ് എറണാകുളത്തിന് പുറപ്പെട്ടു. ആദ്യം ചെന്ന് ഇടപ്പള്ളി ബ്രാഞ്ചിലെ മാനേജറെ കാണണം. തിങ്കളാഴ്ച സ്വാതി ജോയിൻ ചെയ്യുന്നു എന്ന് അറിയിക്കണം. അത് കഴിഞ്ഞ് ഫ്ലാറ്റ് അന്വേഷണം നടത്താം. റോഡ് സൈഡിൽ തന്നെയായിരുന്നു ഇടപ്പള്ളി ബ്രാഞ്ച്. നല്ല തിരക്കുണ്ടായിരുന്നു. ആദർശ് ചെന്നപ്പോൾ ബാങ്കിൽ. എങ്കിലും അയാൾ ചീഫ് മാനേജറുടെ ക്യാബിനിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ട് സ്വയം പരിചയപ്പെടുത്തി കാര്യം പറഞ്ഞു. വെരി ഗുഡ്. തിങ്കളാഴ്ച തന്നെ ജോയിൻ ചെയ്യാൻ സ്വാതിയോട് പറയണം. ഇവിടെ അസിസ്റ്റൻറ്റ് മാനേജറുടെ ഷോർട്ടേജ് ഉണ്ട്, മാനേജർ പറഞ്ഞു. തിങ്കളാഴ്ച വരും സാർ, പക്ഷേ താമസ സൗകര്യമൊന്നും ആയിട്ടില്ല. ആ സമയത്ത് മാനേജറുടെ ക്യാബിനിൽ വേറെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, വെളുത്തു മെലിഞ്ഞ ചെറുപ്പക്കാരൻ. സാർ, നമ്മുടെ ആലുവ ബ്രാഞ്ചിലെ ശ്യാംകുമാർ സാർ ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അപ്സ്റ്റെയർ ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് തോന്നുന്നു. 1 കിലോമീറ്ററേ ഉള്ളൂ. സൗകര്യമാണ്, അയാൾ പറഞ്ഞു. അത് നോക്കിയാലോ സാർ? മാനേജർ ചോദിച്ചു. അടുത്താണെന്നല്ലേ പറഞ്ഞത്? അത് നോക്കാമായിരുന്നു, ആദർശ് പറഞ്ഞു. ശ്യാംകുമാറിനെ ഒന്ന് വിളിച്ചു നോക്കും രാജേന്ദ്ര.
ഹൗസ് ഓണർ ആരാണെന്ന് അറിയാമല്ലോ, മാനേജർ പറഞ്ഞു. രാജേന്ദ്രൻ അപ്പോൾ തന്നെ ശ്യാംകുമാറിനെ വിളിച്ച് സംസാരിച്ചു. ഞാനിപ്പോൾ ലീവിലാ രാജേന്ദ്ര, വീട്ടിൽ വന്നിരിക്കുകയാണ്. കളമശ്ശേരിയുള്ള ഗോപികുട്ടൻ സാറിൻ്റെയാണ് ആ വീട്. നമ്പർ തരാം, അദ്ദേഹവുമായി ബന്ധപ്പെട്ടാൽ മതി, ശ്യാംകുമാർ പറഞ്ഞു. ഉടൻ തന്നെ ഗോപികുട്ടൻ സാറിൻ്റെ നമ്പർ അയാൾ രാജേന്ദ്രൻ്റെ മൊബൈലിലേക്ക് അയച്ചു കൊടുത്തു. കളമശ്ശേരിയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് ഗോപികുട്ടൻ സാർ. ചെന്ന് കണ്ടാൽ വിവരമറിയാം. രാജേന്ദ്രൻ ആ ഫോൺ നമ്പർ ആദർശിന് കൊടുത്തു. താങ്ക് യു സാർ, ഞാൻ പോയോന്ന് ചോദിച്ചു നോക്കാം. ബാങ്കിൽ നിന്നിറങ്ങി ആദർശ് കളമശ്ശേരിയിലേക്കാണ് പോയത്. ഗോപികുട്ടൻ സാറിൻ്റെ ഓഫീസ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല. താഴത്തെ നിലയിൽ ഒരു ബാങ്ക് ഓഫീസറാണ് താമസം. പുള്ളിക്ക് ആലുവയിലാണ് ജോലി. വൈഫിന് എറണാകുളത്തും, ഗോപികുട്ടൻ പറഞ്ഞു. മുകളിലെ നില ഞങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ശ്യാംകുമാർ സാറാണ് ഇവിടുത്തെ നമ്പർ തന്നത്. അതിനെന്താ, ആദ്യം വീട് കണ്ടു നോക്ക്. സ്റ്റാഫായ വേണുവിനെ ആദർശിൻ്റെ ഒപ്പം അയാൾ വിട്ടു. വീട് കണ്ടപ്പോൾ തന്നെ ആദർശിന് ഇഷ്ടപ്പെട്ടു. നല്ല ലൊക്കേഷൻ, ഭംഗിയുള്ള വീട്. വാതിൽ തുറന്ന് അകം കണ്ടപ്പോൾ ഇത് തന്നെ മതി എന്നയാൾ ഉറപ്പിച്ചു. ഗോപികുട്ടൻ സാറിൻ്റെ ഓഫീസിൽ നിന്ന് എഗ്രിമെൻ്റ് എഴുതി അഡ്വാൻസ് കൊടുത്തിട്ടാണ് ആദർശ് തിരിച്ചു പോയത്. മൂന്നാം കുറ്റിയിൽ ചെന്നപ്പോൾ സന്ധ്യയായി. അപ്പോഴേക്ക് സ്വാതി സർട്ടിഫിക്കറ്റുകളെല്ലാം വാങ്ങി വെച്ചിരുന്നു. വീട് കിട്ടിയെന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഞായറാഴ്ച രാവിലെ സ്വാതിയും ഞാനും കൂടി ഇടപ്പള്ളിക്ക് പോകും. അത്യാവശ്യം വേണ്ടുന്ന അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണ്ടേ, ആദർശ് പറഞ്ഞു. ഞങ്ങൾ വരണോ സഹായത്തിന്, വിശ്വനാഥൻ ചോദിച്ചു. വേണ്ടച്ചാ, സൗകര്യം പോലെ വന്നാൽ മതി. പിറ്റേന്ന് രാവിലെ അവർ കോട്ടയത്ത് പോയി. അന്ന് ശനിയാഴ്ച. അന്ന് മുഴുവൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പായ്ക്ക് ചെയ്യുകയായിരുന്നു ആദർശിൻ്റെയും സ്വാതിയുടെയും പ്രധാന ജോലി. തൽക്കാലം പുറത്തുനിന്ന് ആഹാരം വാങ്ങി കഴിച്ചാൽ മതി, കുക്കിംഗ് പതിയെ മതി. വേണമെങ്കിൽ കുറച്ച് ദിവസം ഞാൻ അവിടെ വന്ന് നിൽക്കാം, സുലോചന പറഞ്ഞു. അതൊക്കെ പതിയെ മതി അമ്മേ, ഞാൻ അവിടെ ഉണ്ടല്ലോ. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കണം മോളെ. വിളിക്കാം അമ്മേ. ഞായറാഴ്ച രാവിലെ കാറിൽ ആദർശും സ്വാതിയും എറണാകുളത്തേക്ക് പുറപ്പെട്ടു. കാറിൻ്റെ ബാക്ക് സീറ്റിലും ഡിക്കിയിലും സൂട്ട് കേസുകളും ബാഗുകളുമായിരുന്നു. മുകളിലത്തെ നിലയിലാണ് നമ്മുടേത് അല്ലേ? എറണാകുളത്ത് എത്താറായപ്പോൾ പെട്ടെന്ന് സ്വാതി ചോദിച്ചു. അതെ, താഴെ വേറൊരു ഹസ്ബൻഡും വൈഫുമാണ്. ചെറുപ്പക്കാരാണോ? അറിയില്ല, എന്നാലും നമുക്കൊരു കൂട്ടായല്ലോ. അതായിരുന്നു അവളുടെ ആശ്വാസം. കമ്പനി അടിക്കുന്ന ടൈപ്പാണോ രണ്ടുപേരും എന്ന് അറിയില്ലല്ലോ. എന്തായാലും നമുക്ക് നോക്കാം. കാർ എറണാകുളത്ത് നിന്ന് ഇടപ്പള്ളിക്ക് ഓടി. അടഞ്ഞുകിടന്ന ഗേറ്റിന് മുന്നിൽ ചെന്ന് കാർ നിന്നു. ഇതാണോ ആദർശേട്ടാ നമ്മൾ താമസിക്കാൻ പോകുന്ന വീട്? മനോഹരമായ ആ ഇരുനില വീട് കണ്ട് സ്വാതി കൗതുകത്തോടെ ചോദിച്ചു. അതെ, പക്ഷേ മുകളിലത്തെ നില മാത്രമാണ് നമ്മുടേത്, കാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ആദർശ് പറഞ്ഞു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് ആ വീട് ഇഷ്ടപ്പെട്ടു. കലാബോധമുള്ള ഏതോ എഞ്ചിനീയർ രൂപകൽപ്പന ചെയ്ത വീടാണത്. എന്തെങ്കിലും സ്വന്തമായൊരു വീടുണ്ടാക്കുമ്പോൾ ഈ എഞ്ചിനീയറെ കൊണ്ട് തന്നെ പ്ലാൻ വരപ്പിക്കണം, അവൾ വിചാരിച്ചു. ആദർശ് ചെന്ന് ഗേറ്റിൻ്റെ പാളികൾ രണ്ടും മലർക്കെ തുറന്നു വെച്ചു. ആദർശേട്ടൻ ഒരു സിവിൽ എഞ്ചിനീയർ ആണല്ലോ, അപ്പോൾ പിന്നെ വേറൊരു എഞ്ചിനീയറുടെ സഹായം വേണ്ടി വരില്ലല്ലോ എന്നും അടുത്ത നിമിഷത്തിൽ അവൾ ഓർത്തു. ആദർശ് വീണ്ടും വന്ന് കാറിൽ കയറി. എന്നിട്ട് വണ്ടി അകത്തേക്ക് ഓടിച്ചു കയറ്റി. ടൈൽസ് വിരിച്ച മുറ്റം, പക്ഷേ ഒരു ചെടി പോലെ ഇല്ലെന്ന് സ്വാതി കണ്ടു. താഴത്തെ കക്ഷികൾ സ്ഥലത്തില്ലെന്ന് തോന്നുന്നു, കാറിൽ നിന്നിറങ്ങിക്കൊണ്ട് അയാൾ പറഞ്ഞു. ആദർശേട്ടന് അതെങ്ങനെ മനസ്സിലായി? കാർ കാണുന്നില്ലല്ലോ. ശരിയാണ്, മുൻവാതിലും ജനലുകളും അടഞ്ഞു കിടക്കുന്നു. മുകളിലേക്ക് ഏത് വഴിയാണ് പോകുന്നത്? സ്വാതി സംശയത്തോടെ ചോദിച്ചു. ഇടതുവശത്ത് വെളിയിൽ കൂടി സ്റ്റെയർ കേസ് ഉണ്ട്. കാറിൻ്റെ ഡിക്കി തുറന്ന് ആദർശ് 2 സൂട്ട് കേസുകൾ എടുത്തു. അപ്പോഴേക്കും സ്വാതി ചെന്ന് വീണ്ടും ഗേറ്റ് അടച്ച് കുറ്റിയിട്ടു. ഞാനൊന്നും എടുക്കണ്ടേ ആദർശേട്ടാ? തൽക്കാലം എൻ്റെ കൂടെ വന്നാൽ മതി. ആദർശ് വീടിൻ്റെ ഇടതുഭാഗത്തേക്ക് ചെന്നു. അവിടെ നിന്ന് മുകളിലത്തെ നിലയിലേക്ക് സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നു. സ്വാതി പിന്നാലെ ചെന്നു. അപ്പോൾ ഇത് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീടാണ്, അവൾ പറഞ്ഞു. അതല്ലേ വെളിയിൽ കൂടി സ്റ്റെയർ കേസ്? അവൾ മുകളിലേക്ക് കയറി ചെറിയ സിറ്റൗട്ടിലേക്ക് ചെന്നു. ആദർശ് താക്കോലെടുത്ത് മുൻവാതിൽ തുറന്നു. വലതുകാൽ വെച്ച് കയറിക്കോളൂ, അയാൾ പറഞ്ഞു. ആദ്യം സ്വാതിയാണ് വീട്ടിലേക്ക് കയറിയത്. നന്നായി ഫർണിഷ് ചെയ്ത ഡ്രോയിങ് കം ഡൈനിങ് ഹാളായിരുന്നു അത്. അവൾ താല്പര്യത്തോടെ ചുറ്റും നോക്കി. ഹാളിൽ നിന്ന് 3 വാതിലുകൾ, 2 ബെഡ്റൂമിലേക്കും 1 കിച്ചണിലേക്കും. അവൾ ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്ന് ഒരു കുട്ടിയുടെ കൗതുകത്തോടെ അകത്തേക്ക് കയറി. സൂട്ട് കേസുകൾ നിലത്ത് വച്ചിട്ട് അയാൾ ചെന്ന് അവളെ ചുറ്റിപ്പിടിച്ചു. ഇതാണോ ആദർശേട്ടാ നമ്മുടെ ബെഡ്റൂം? അല്ല, ഇത് ഗസ്റ്റ് ബെഡ്റൂമാണ്, നമ്മുടേത് മറ്റേതാണ്. അയാൾ 2ാമത്തെ ബെഡ്റൂമിലേക്ക് അവളെ കൊണ്ടുപോയി. അതായിരുന്നു കൂടുതൽ വലുത്. കിങ് സൈസ് കട്ടിൽ. എല്ലാം ഫർണിഷ്ഡ് ആയതുകൊണ്ട് റെൻ്റ് അല്പം കൂടുതലാണ്, എന്നാലും സാരമില്ല, സൗകര്യമുള്ളൊരു വീട് തന്നെ കിട്ടിയല്ലോ. സ്വാതി ബെഡിലേക്കിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ ആരാണ് താമസിക്കുന്നത്? അവൾ തിരക്കി. ഒരു ബാങ്ക് ഓഫീസറും വൈഫുമാണ്. ശ്യാമേട്ടൻ ജോലി ചെയ്യുന്ന അതേ ബാങ്കിൽ തന്നെ തനിക്കും ജോലി കിട്ടിയത് ഒരു അത്ഭുതം തന്നെയാണ്. എന്തെങ്കിലും ചിലപ്പോൾ അതുകൊണ്ട് തമ്മിൽ കണ്ടെന്ന് വരാം. പക്ഷേ അന്ന് വെറും 2 സഹപ്രവർത്തകർ മാത്രമായിരിക്കും. വിങ്ങുന്ന ചില ഓർമ്മകൾക്ക് അപ്പോഴേക്കും തീവ്രത കുറയുകയും ചെയ്യും. എന്താണ് സ്വാതി നീ സ്വപ്നം കണ്ടു നിൽക്കുന്നേ? അവൾ ഞെട്ടിപ്പോയി. ഒന്നുമില്ല ഏട്ടാ, എത്ര പെട്ടെന്നാണ് എൻ്റെ ജീവിതം മാറി മറിഞ്ഞതെന്ന് ഓർക്കുകയായിരുന്നു ഞാൻ. അവളെ പിടിച്ച് മുഖാമുഖം നിർത്തി. എങ്ങനെയാണ് മാറി മറിഞ്ഞത്? 2 മാസം മുമ്പ് വരെ കോച്ചിങ് ടെസ്റ്റുമായി നടന്ന ഒരു പെൺകുട്ടിയായിരുന്നില്ലേ ഞാൻ. പെട്ടെന്ന് കല്യാണപ്പെണ്ണായി, ഭാര്യയായി, ഒട്ടും പ്രതീക്ഷിക്കാതെ ബാങ്ക് ഉദ്യോഗസ്ഥയായി, നാടുവിട്ട് വേറൊരു സ്ഥലത്ത്, വേറൊരു വീട്ടിൽ.
ശരിയാണ്, എൻ്റെ ജീവിതത്തിലും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണല്ലോ സംഭവിച്ചത്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത പുതിയൊരു ജീവിതമാണിത്. ആദർശ് അവളെ ചേർത്ത് പിടിച്ചു. എന്താ, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലായിരുന്നോ ആദർശേട്ടൻ? ഉണ്ടായിരുന്നു, പക്ഷേ ഇത്ര പെട്ടെന്ന്. ആരെങ്കിലും കല്യാണം കഴിക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നോ? എന്ന് വെച്ചാൽ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടായിരുന്നോ? അയാളൊന്ന് ചിരിച്ചു. അതൊരു വിളറിയ ചിരിയായിരുന്നു. നമ്മൾ ജീവിതത്തിൽ പലരെയും കാണുകയും പരിചയപ്പെടുകയും ചെയ്യാറില്ലേ? ചിലപ്പോൾ ചിലരോട് ചില ഇഷ്ടങ്ങൾ തോന്നാറില്ലേ? എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. എങ്ങും തൊടാതെ അയാൾ പറഞ്ഞു. ശരിയാണ് ആദർശേട്ടൻ പറഞ്ഞത്. പക്ഷേ ഓരോരുത്തർക്കും ദൈവം ഓരോരുത്തരെ കണ്ടുവച്ചിട്ടുണ്ട്. അവർ തമ്മിൽ ഒന്നിച്ചു ചേരൂ. നമ്മൾ ഒന്നിച്ചു ചേർന്നതുപോലെ. അയാൾ അവളെ ഇരു കൈകളും കൊണ്ട് കെട്ടിപ്പിടിച്ചു, നെഞ്ചോട് ചേർത്തു. അവർ അങ്ങനെ ഒരു ശരീരമായി അല്പനേരം നിന്നു. വിശക്കുന്നില്ലേ? അവൾ ചോദിച്ചു. വിശപ്പും ദാഹവും ഒന്നും അറിയാൻ പറ്റുന്നില്ല. അവൾ ചിരിച്ചു. ഇത് കാലമൊന്ന് കഴിയട്ടെ, പലതും അപ്പോൾ അറിഞ്ഞു തുടങ്ങും. ജീവിതം മുഴുവൻ നമുക്ക് മധുവിതായിരിക്കും പൊന്നെ. അതൊക്കെ നല്ലത് തന്നെ. നമുക്ക് കഴിക്കാൻ പോകാം. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നത് ഒരു ശീലമാക്കണം. അല്ലെങ്കിൽ കാലക്രമത്തിൽ ശരീരത്തിന് പലതും സഹിക്കേണ്ടി വരും. സ്വാതി ബാത്റൂമിലേക്ക് പോയപ്പോൾ ആദർശ് മുറിയിൽ നിന്നിറങ്ങി സെറ്റിയിൽ വന്നിരുന്നു. ശരിയാണ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ജീവിതമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. മുമ്പ് സ്വപ്നം കണ്ടിരുന്നത് ഗാഥയോടൊപ്പമുള്ള ജീവിതമായിരുന്നു. എറണാകുളം അത്ര അകലെയല്ല. അവിടെ ഗാഥയുണ്ട്. താനിനി എറണാകുളത്തുള്ള ഓഫീസിലായിരിക്കും ജോലി ചെയ്യുന്നത്. കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലും കമ്പനിയുടെ പുതിയ പ്രൊജക്ടറുകളുടെ പണി നടക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഗാഥയെ വീണ്ടും കണ്ടുമുട്ടിയെന്ന് വരാം. പക്ഷേ അവൾ പഴയ ഗാഥയല്ല, വേറൊരു പുരുഷൻ്റെ ഭാര്യയാണ്. പഴയ സ്നേഹമോ അടുപ്പമോ പരിചയമോ പോലും അവൾ പ്രകടിപ്പിച്ചെന്ന് വരില്ല. അങ്ങനെയാണ് വേണ്ടതും. പക്ഷേ അവൾക്ക് തന്നെ അങ്ങനെയങ്ങ് മറക്കാൻ പറ്റുമോ? എത്ര ഓടിച്ചുവിട്ടാലും ഓർമ്മകൾ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുമോ? അറിയാതെ അയാളുടെ കണ്ണുകൾ അടഞ്ഞു. തെറ്റാണ് അവളോട് ചെയ്തത്. മനഃപൂർവ്വമായിരുന്നില്ല. പക്ഷേ എല്ലാം സംഭവിച്ചു പോയി. അന്ന് ഹോസ്പിറ്റലിൽ തങ്ങാൻ അവളെ അനുവദിക്കാൻ പാടില്ലായിരുന്നു. ഒരുപക്ഷേ അവൾക്കിന്ന് തന്നോട് വെറുപ്പായിരിക്കും. തൻ്റെ അച്ഛനെയും അമ്മയെയും അവൾ ശപിക്കുന്നുണ്ടായിരിക്കും. ഏട്ടാ, സാദിയുടെ വിളി കേട്ട് അയാൾ കണ്ണു തുറന്നു. പോകാം? അവൾ ചോദിച്ചു. വാതിൽ പൂട്ടി അവർ ഇറങ്ങി. താഴത്തെ താമസക്കാർ എവിടെ പോയതാണാവോ? സ്വാതി വെറുതെ പറഞ്ഞു. ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ അവരുടെ വീട്ടിൽ പോയതായിരിക്കും. ഒരു ഫാമിലി തൊട്ടടുത്തുള്ളത് നല്ലതാണ്. ആദർശേട്ടൻ തിരിച്ചെത്താൻ രാത്രിയായാലും എനിക്ക് പേടി കൂടാതെ ഇരിക്കാമല്ലോ. അതെ, എനിക്കും അതൊരു മനസ്സമാധാനമാണ്. ഭേദപ്പെട്ട ഒരു ഹോട്ടൽ കാണുന്നതുവരെ ആദർശ് കാർ ഓടിച്ചു. സ്വാതിക്ക് ചോറ് വേണോ അതോ ബിരിയാണി, ഫ്രൈഡ് റൈസ്? എനിക്ക് ചോറ് മതി. സാമ്പാറും പുളിശ്ശേരിയും അവിയലുമൊക്കെ കൂട്ടി ഊണ് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. മീൻകറി കൂടി ഉണ്ടെങ്കിൽ വളരെ വളരെ സന്തോഷം. എന്ന് വിചാരിച്ച് ഏട്ടൻ ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തോ? എനിക്ക് പ്രശ്നമില്ല. ഇത്തരം നിസ്സാര കാര്യങ്ങളിലൊന്നും അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ട. നമുക്ക് ചോറുണ്ണാം. ഊണ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് രാത്രിയിലും കഴിക്കാൻ വേണ്ടി വരുമോ എന്ന് സ്വാതി ചോദിച്ചത്. കുറേ ദിവസം ഇങ്ങനെ പോട്ടെ, അയാൾ പറഞ്ഞു. അത് വേണ്ട. നാളെ ഒരു ഇഞ്ചക്ഷൻ കുക്കറും അത്യാവശ്യം പാത്രങ്ങളും മേടിക്കണം. നമുക്ക് ചോറ് വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഇഡ്ഡലിയും ദോശയും പുട്ടും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കാം. ഓക്കെ, നാളെ വൈകുന്നേരം ഏതെങ്കിലും മാളിലേക്ക് പോകാം. അവിടെ ആകുമ്പം എല്ലാം കിട്ടും. വീണ്ടും വീട്ടിലെത്തിയപ്പോഴാണ് സ്വാതിയുടെ അമ്മ വിളിച്ചത്. വീട്ടിലെത്തിയോ മോളെ? പത്മിനി ചോദിച്ചു. ഉച്ചയ്ക്ക് മുമ്പേ ഞങ്ങളിവിടെ വന്നു അമ്മേ. ഇപ്പോൾ വെളിയിൽ പോയി ചോറിൻ്റെ എത്തിയതേ ഉള്ളൂ. വീടൊക്കെ എങ്ങനെ? നല്ല സൗകര്യമുണ്ടോ? പുതിയ വീടാണ്. എല്ലാ സൗകര്യങ്ങളുണ്ട്. നാളെ മുതൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമെന്ന് വിചാരിക്കുക. അതിനൊക്കെ സമയം കിട്ടുമോ? ബാങ്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു നേരമാകത്തില്ലേ? രാത്രിയിൽ ഇത്തിരി ഉപ്മാവ് ഉണ്ടാക്കാൻ എത്ര നേരം വേണമേ? അത് നേരം. ഞായറാഴ്ച ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. കുറച്ച് അച്ചാറും ചമ്മന്തിപ്പൊടിയുമൊക്കെ കൊണ്ടുവരാം. വേറെന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ആദർശ് അടുത്തുണ്ടോ? ഉണ്ടമ്മേ. കൊടുക്കണോ? കൊടുക്ക്. ആദർശേട്ടാ, ഇതാ അമ്മ സംസാരിക്കണമെന്ന് പറയുന്നു. മൊബൈൽ അവൾ അയാൾക്ക് കൊടുത്തു. ഹലോ അമ്മേ, അയാൾ വിളിച്ചു. സ്വാതി വിശേഷങ്ങളൊക്കെ പറഞ്ഞു മോനെ. സന്തോഷമായി. നിങ്ങൾക്ക് സഹായത്തിന് ആരുമില്ലല്ലോ എന്ന വിഷമം മാത്രമേ ഉള്ളൂ. സ്വാതിക്ക് സഹായത്തിന് ഞാനും എനിക്ക് സഹായത്തിന് അവളും ഉണ്ടല്ലോ അമ്മേ. അതുപോരെ? കളിയായി അയാൾ പറഞ്ഞു. അത് മതി. പിന്നെ അവൾ ഇതുവരെ വീട്ടിൽ അരുമമോളായിട്ടാണ് വളർന്നത്. അതിൻ്റെ പക്വതയില്ലായ്മയും പരിചയക്കുറവുമൊക്കെ അവൾക്ക് കാണും. അവളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അവിവേകമോ തെറ്റുകുറ്റങ്ങളോ ഉണ്ടായാൽ മോൻ ക്ഷമിക്കണം. വേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കണം. സ്വാതിക്ക് എന്നേക്കാൾ അറിവും വിവേകവും ഉണ്ടമ്മേ. അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നില്ല. ശരി മോനെ, നാളെ വിളിക്കാം. പത്മിനി കോൾ കട്ട് ചെയ്തു. അമ്മ എന്താണ് പറഞ്ഞത്? സ്വാതി ആകാംക്ഷയോടെ ചോദിച്ചു. മോളെ പൊന്നു പോലെ നോക്കണമെന്ന്. അമ്മയൊരു പാവമാണ്, അവൾ പറഞ്ഞു. മോളോ? എന്ത് തോന്നുന്നു? അതറിയാൻ സമയമായിട്ടില്ലല്ലോ. ആദർശ് തമാശയാണ് പറഞ്ഞതെന്ന് അറിയാമായിരുന്നെങ്കിലും സ്വാതിയുടെ മനസ്സ് ഒന്ന് പിടഞ്ഞു. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് എറണാകുളത്തിന് പോയാൽ മതിയെന്നാണ് സൗമിനി പറഞ്ഞത്. ശ്യാംകുമാർ അത് സമ്മതിച്ചു. കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് സ്യൂട്ട് കേസിൽ അടുക്കി വയ്ക്കുമ്പോഴാണ് അയാൾക്കൊരു കാര്യം ഓർമ്മ വന്നത്. പല്ലവി, അയാൾ നീട്ടി വിളിച്ചു. എന്താ ശ്യാമേട്ടാ? ആ ഫോട്ടോ ആൽബം എവിടെ? എൻ്റെ അടുത്തുണ്ട്, ഞാൻ കൊണ്ടുവരാം. കല്യാണത്തിൻ്റെ ആൽബം കാണണമെന്ന് ബാങ്കിലെ ചില സ്ത്രീജനങ്ങൾ പറഞ്ഞിരുന്നു. ചെല്ലുമ്പോൾ അവർ ചോദിക്കും. മറന്നുപോയി എന്ന് പറയുന്നത് എങ്ങനെ? അടുക്കളയിൽ അമ്മയോടൊപ്പമായിരുന്ന പല്ലവിയും ഗാഥയും. ഞാനിപ്പോൾ വരാമേ. കൈ കഴുകി തുടച്ചിട്ട് അവളുടെ മുറിയിൽ ചെന്ന് ബാഗിലിട്ട് വച്ചിരുന്ന തടിച്ച ഫോട്ടോ
ആൽബം എടുത്തു കൊണ്ടുവന്ന് ശ്യാംകുമാറിനെ ഏൽപ്പിച്ചു. ഗാഥ എവിടെ? അയാൾ ചോദിച്ചു. അമ്മയുടെ അടുത്തുണ്ട്, വിളിക്കണോ? വേണ്ട. അപ്പോഴാണ് അയാളുടെ മൊബൈലിൽ ഒരു കോൾ വന്നത്. കളമശ്ശേരിയുള്ള സുഹൃത്ത് അലോഷ്യസാണ് വിളിച്ചത്. ഹലോ. അയാൾ കോൾ എടുത്തു. സാറേ, അവരെത്തിയോ? ആര്? മുകളിലത്തെ നിലയിലെ പുതിയ താമസക്കാർ. ഞങ്ങളിപ്പോൾ ആറന്മുളയിലെ അലോഷ്യസേ. ഫോൺ കോൾ തുടരുകയാണെന്ന് കണ്ടപ്പോൾ പല്ലവി വീണ്ടും അടുക്കളയിലേക്ക് പോയി. 2 മണി കഴിഞ്ഞ് ശ്യാംകുമാറും ഗാഥയും എറണാകുളത്തേക്ക് പോകാൻ തയ്യാറായി. ബാഗുമായി അവർ പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ പൂമുഖത്ത് ഗോപാലകൃഷ്ണൻ സാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയിട്ട് വരാം അച്ഛാ, ശ്യാം യാത്ര പറഞ്ഞു. എപ്പോഴത്തേക്ക് എവിടെ എത്തും? അദ്ദേഹം ചോദിച്ചു. സന്ധ്യ കഴിയും, റോഡിൽ നല്ല ട്രാഫിക് അല്ലേ. വൈകിയാലും സാരമില്ല, പതിയെ പോയാൽ മതി, സൗമിനി പറഞ്ഞു. അത്രയുള്ള അമ്മേ. മോളെ, ഇവൻ്റെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഹരമ, നീ ഒന്ന് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഇവ പറപ്പിക്കും, ഗോപാലകൃഷ്ണൻ ഗാഥയെ ഓർമ്മിപ്പിച്ചു. ഞാൻ നോക്കിക്കോളാം അച്ഛാ. ഇങ്ങോട്ട് വന്നപ്പോൾ സ്പീഡ് കുറച്ചാ ഓടിച്ചേ, ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇനി ഓവർ സ്പീഡിലൊന്നും പോകത്തില്ല അച്ഛാ. ഞാൻ അത്ര വിവരമില്ലാത്തവനാണോ? എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് എനിക്കറിയില്ലേ എന്ന അർത്ഥത്തിലാണ് ശ്യാം ചോദിച്ചത്. 2 പേരും കാറിൽ കയറി. മോളെ, സീറ്റ് ബെൽറ്റ് ഇടണം, സൗമിനി പറഞ്ഞു. ശരിയമ്മേ. ശ്യാംകുമാറിൻ്റെ വീട്ടിൽ എല്ലാവരും അവളോട് വളരെ സ്നേഹത്തോടും കരുതലോടുമാണ് പെരുമാറിയത്. താൻ ഭാഗ്യവതിയാണെന്ന് അവൾക്ക് അപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. ഈ സ്നേഹത്തിന് താൻ അർഹയാണോ എന്ന് അതേസമയം അവൾ സ്വയം ചോദിക്കാറുമുണ്ട്. പൊതുവായി ചെന്ന് കയറേണ്ടിയിരുന്നത് ആദർശിൻ്റെ വീട്ടിലാണ്. പക്ഷേ തെറ്റിക്കയറിയ വണ്ടിയിലാണ് താനിപ്പോൾ. പോകാം? ശ്യാം ചോദിച്ചു. അവൾ മൂളി. കാർ മുന്നോട്ട് നീങ്ങി. സൗമിനിയും ഗോപാലകൃഷ്ണനും പല്ലവിയും കൈവീശി കട്ടി. ഗാഥയും കൈവീശി. അല്പനേരം കഴിഞ്ഞപ്പോൾ കാർ പ്രധാന നിരത്തിലേക്ക് കയറി. ഞാൻ പറയാൻ മറന്നു, നമുക്ക് അയൽക്കാർ എത്തിയിട്ടുണ്ട്, ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ശ്യാംകുമാർ പറഞ്ഞു. അയൽക്കാരോ? ഗാഥയ്ക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അതെ, നമ്മുടെ മുകളിലത്തെ നിലയിൽ പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്. ആര് പറഞ്ഞു? കുറച്ചു മുമ്പ് അലോഷ്യസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ പരിചയപ്പെട്ടോ എന്നറിയാനാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു നമ്മൾ വീട്ടിലേക്ക് വന്നിരിക്കുകയാണെന്ന്. ആരാ ശ്യാം ചേട്ടാ പുതിയ താമസക്കാർ? ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളെന്നാണ് അലോഷ്യസ് പറഞ്ഞത്. അവർ കോട്ടയത്തുകാരാണെന്നേ അയാൾക്കറിയൂ. കോട്ടയത്തുകാർ? കോട്ടയത്ത് എവിടാ? അതൊന്നും അറിയില്ല. ഒരു ബാങ്ക് ഓഫീസറും ഭാര്യയുമാണ്. നമ്മളുമായി ഇണങ്ങിപ്പോകുന്നവരാണെങ്കിൽ നന്നായിരുന്നു. ചിലരൊക്കെയുണ്ട്, കണ്ടാലൊന്ന് ചിരിക്കുക പോലും ചെയ്യാത്ത അയൽക്കാർ. സിറ്റിയിൽ ആരും അത്ര അടുപ്പത്തിലൊന്നും പോകത്തില്ല ഗാഥേ. അവനവൻ്റെ പാട് നോക്കി ജീവിക്കും. അതിൽ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അത് നേരാ. നാട്ടിൻപുറത്താണെങ്കിൽ നമ്മൾ കുട്ടിക്കാലം മുതലേ കാണുന്നവരെ അയൽക്കാരും സ്ഥലവാസികളും. സിറ്റിയിൽ അങ്ങനെയല്ലല്ലോ. മോഡിയിൽ ഡ്രസ് ചെയ്ത് നല്ല കാറിലൊക്കെ സഞ്ചരിക്കും. കള്ളനാണോ തട്ടിപ്പുകാരനാണോ വച്ചു വാണിപ്പക്കാരനാണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. ഇതിപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പോൾ ഒന്നും പേടിക്കാനില്ല. ഞാൻ പൊതുവെ പറഞ്ഞതേ ഉള്ളൂ. വൈകുന്നേരമായതിനാൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. പലയിടത്തും കാറിന് ഇഴഞ്ഞു നീങ്ങേണ്ടി വന്നു. ഇടപ്പള്ളിയിലെ വീടിന് മുന്നിലെത്തിയപ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. അവർ വന്നിട്ടുണ്ട്, മുകൾ നിലയിലെ ലൈറ്റ് കണ്ടിട്ട് ഗാഥ പറഞ്ഞു. അതെ. ശ്യാം അവർക്കുള്ള പോർച്ചിൽ കാർ കൊണ്ടുചെന്നിട്ടു. ഇടതുവശത്തുള്ള പോർച്ചിൽ മറ്റേ താമസക്കാരുടെ കാർ കിടക്കുന്നത് അയാൾ കണ്ടു. അവർ വാതിൽ തുറന്ന് അകത്ത് കയറി. നല്ല ക്ഷീണം, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ശ്യാം ബാത്റൂമിലേക്ക് പോയി. ഗാഥ നേരത്തെ കുളിച്ചതാണെങ്കിലും രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമിൽ ചെന്ന് മേൽ കഴുകി. മുകളിലത്തെ നിലയിൽ നിന്ന് അപ്പോൾ ഏതോ ഹിന്ദി സിനിമ ഗാനം ഒഴുകി വരുന്നുണ്ടായിരുന്നു. അവൾ അത് ശ്രദ്ധിച്ചു. ആദർശ് ഹിന്ദി സിനിമാ പാട്ടുകളുടെ ആരാധകനായിരുന്നു. കാറിൽ എവിടെ പോയാലും സ്റ്റീരിയോയിൽ റാഫിയുടെയോ മുകേഷിൻ്റെയോ ലതാ മങ്കേഷ്കറിൻ്റെയോ പഴയ പാട്ടുകൾ പ്ലേ ചെയ്യും. ശ്യാം ചേട്ടന് പാട്ടിലൊന്നും വലിയ കമ്പമില്ല. ശ്യാംകുമാർ കുളി കഴിഞ്ഞ് വന്നു. കഴിക്കാം അല്ലേ? ഡൈനിങ് ടേബിളിനടുത്തിരുന്നു. 2 പേരും ചോറ് പൊതി തുറന്നു. കുടിക്കാൻ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയുണ്ടായിരുന്നു. നമുക്ക് നാളെ പോയി ഒരു TV മേടിക്കണം. കഴിക്കുന്നതിനിടയിൽ ശ്യാംകുമാർ പറഞ്ഞു. സമയം കിട്ടുമോ ബാങ്കിൽ നിന്ന് വന്നിട്ട്? അല്ലെങ്കിൽ ഞാനൊരെണ്ണം മേടിച്ചുകൊണ്ട് വരാം, നിനക്ക് ബോറടിക്കാതിരിക്കാമല്ലോ. എനിക്ക് വാർത്ത അറിയുന്നതാണ് പ്രധാനം. അയ്യോ, വീട്ടിലേക്ക് വിളിച്ചില്ലല്ലോ. പെട്ടെന്ന് ശ്യാമിന് ഓർമ്മ വന്നു. വിളിക്ക്, ഞാനും മറന്നു. അവർ വൈറ്റിലയിൽ എത്തിയപ്പോഴാണ് പല്ലവി വിളിച്ചത്. എവിടെ എത്തി എന്നറിയാൻ. ഇടപ്പള്ളിയിൽ എത്തിയിട്ട് വിളിക്കാമെന്ന് അപ്പോൾ പറഞ്ഞതാണ്. വീട്ടിലെ നമ്പറിലേക്ക് ശ്യാം വിളിച്ചു. സൗമിനിയാണ് റിസീവർ എടുത്തത്. ഞങ്ങൾ 7 കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയമ്മേ, അയാൾ പറഞ്ഞു. ആരെങ്കിലും സഹായത്തിന് വേണമെങ്കിൽ പറയണം, നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലമ്മേ. രാവിലെ ചിലപ്പോൾ ഛർദിൽ കാണും. ക്ഷീണമുണ്ടെങ്കിൽ ലീവ് എടുക്കാൻ പറയണം. ശരിയമ്മേ. എന്നാൽ വെച്ചോ, അച്ഛൻ കഴിക്കുന്നേയുള്ളൂ. അയാൾ ഫോൺ കട്ട് ചെയ്തു. സെർവൻറ്റിനെ വേണമെങ്കിൽ സങ്കല്പിക്കാമെന്ന് അമ്മ പറയുന്നത്. അതൊന്നും വേണ്ട, ഇവിടെ നമ്മൾ 2 പേരും മാത്രം മതി. അതാ എനിക്കും ഇഷ്ടം. രാത്രിയിൽ ഏറെ നേരം ഇരുന്ന് സംസാരിച്ചിട്ടാണ് അവർ ഉറങ്ങാൻ കിടന്നത്. രാവിലെ 6 മണിക്ക് ഉണരാൻ വേണ്ടി മൊബൈലിൽ അലാറം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അലാറം അടിച്ചപ്പോൾ ഗാഥയാണ് ഉണർന്നത്. അവളത് ഓഫ് ചെയ്ത് വെച്ചിട്ട് മെല്ലെ എഴുന്നേറ്റു. ശ്യാം അപ്പോഴും സുഖനിദ്രയിലായിരുന്നു. ബെഡ് കോഫി ഉണ്ടാക്കിയിട്ട് അവൾ അയാളെ വിളിച്ചുണർത്തി. വീട്ടിൽ നിന്ന് ഞാലിപ്പൂവൻ പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം ബ്രേക്ക്ഫാസ്റ്റിന് ഗാഥ പുട്ടാണ് ഉണ്ടാക്കിയത്. ശ്യാം സഹായത്തിന് അവളുടെ കൂടെ നിന്നു. അപ്പോഴാണ് കോളിംഗ് ബെല്ല് മുഴങ്ങിയത്. ആരോ വന്നെന്ന് തോന്നുന്നു, അവൾ പറഞ്ഞു. പത്രം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ അയാളായിരിക്കും. ശ്യാകുമാർ ചെന്ന് വാതിൽ തുറന്നു.
ജീൻസും വെള്ള ടീഷർട്ടും ധരിച്ച സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ സിറ്റൗട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ ശ്യാംകുമാറിനെ കണ്ടു പുഞ്ചിരിച്ചു. ഞാൻ ആദർശ്, അപ്സ്റ്റെയറിലെ പുതിയ താമസക്കാരനാണ്. ഇന്നലെയാണ് ഞാനും വൈഫും വന്നത്. വന്നപ്പോൾ ഇവിടെ ആരും കണ്ടില്ല. ഞങ്ങൾ നാട്ടിലൊന്ന് പോയിരിക്കുകയായിരുന്നു. രാത്രിയിലാണ് വന്നത്. ഞാൻ ശ്യാംകുമാർ. അയാൾ നീട്ടിയ കയ്യിൽ ആദർശ് സൗഹൃദത്തോടെ പിടിച്ചു. അകത്തേക്ക് വരൂ, ശ്യാം ക്ഷണിച്ചു. അയാളുടെ പിന്നാലെ ആദർശ് ഡ്രോയിങ് റൂമിലേക്ക് കയറി. ആദർശ് ഇരിക്കൂ. സെറ്റിയിൽ രണ്ടുപേരും മുഖാമുഖം ഇരുന്നു. ഗാദേ, ഒരു ഗസ്റ്റ് ഉണ്ട്, ചായ വേണം, ശ്യാം വിളിച്ചു പറഞ്ഞു. ഗാഥ എന്ന വിളി കേട്ട് ആദർശ് ഒന്ന് പകച്ചു. ആ സമയത്താണ് അവൾ വാതിലിനടുത്തേക്ക് വന്ന് സ്വീകരണ മുറിയിലേക്ക് നോക്കിയത്. ശ്യാംകുമാറിനോടൊപ്പം ഇരുന്ന ആദർശിനെ കണ്ട് ഗാഥ നടുങ്ങി. അരനിമിഷത്തേക്ക് ആദർശിൻ്റെയും ഗാഥയുടെയും കണ്ണുകൾ കൂട്ടിമുട്ടി. അവൾ പെട്ടെന്ന് കിച്ചണിലേക്ക് പിൻവലിഞ്ഞു. ഈശ്വര, മുകളിലെ താമസക്കാരൻ ആദർശാണോ? എപ്പോഴാണ് കല്യാണം കഴിഞ്ഞത്? ഇനി എന്നും? കിച്ചൺ ടേബിളിൽ ബലമായി പിടിച്ചു നിന്നുകൊണ്ട് അവൾ കിതച്ചു. വിളറിപ്പോയ മുഖത്തോടെ ആദർശിരുന്നു. ഗാഥ എറണാകുളത്ത് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിൻ്റെ ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കില്ല. ഇടപ്പള്ളിയിൽ ചെന്നിട്ട് വേണം കല്ലൂർക്ക് പോകാൻ, ശ്യാംകുമാർ പറഞ്ഞു. ആദർശിൻ്റെ തൊണ്ട വരണ്ടു. വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല. പരിചയപ്പെടാൻ ഞാൻ വന്ന സമയം ശരിയില്ലെന്ന് തോന്നുന്നു. എങ്കിലും അയാൾ പറഞ്ഞൊപ്പിച്ചു. ഏയ്, അത് സാരമില്ല. ഞാൻ വരുമ്പോൾ 7:30 സ്റ്റേറ്റ് ബാങ്കിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ആലുവ ബ്രാഞ്ചിൽ. ഞങ്ങൾ അസിസ്റ്റൻറ്റ് മാനേജർമാർക്ക് 5 മണിക്കൊന്നും ഇറങ്ങിപ്പോരാൻ പറ്റില്ല. ആദർശിന് പെട്ടെന്ന് സംസാരിക്കാൻ വിഷയം കിട്ടി. എൻ്റെ വൈഫിന് ഇടപ്പള്ളി ബ്രാഞ്ചിലാണ് പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത്. അതെയോ? മുമ്പ് ഏത് ബ്രാഞ്ചിലായിരുന്നു? ഫസ്റ്റ് പോസ്റ്റിംഗ് ആണ്, ക്ലർക്ക്. അല്ല, പ്രൊബേഷണറി ഓഫീസർ. വെരി ഗുഡ്. എവിടെയാണ് ആദർശിൻ്റെ വീട്? കോട്ടയത്താണ്. ശ്യാംകുമാറിനെ നോക്കി കാണുകയായിരുന്നു ആദർശ്. കാണാൻ സുന്ദരനാണ്. ബാങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജർ. ഗാഥ ഭാഗ്യവതിയാണ്. മികച്ച ഭർത്താവിന് തന്നെയാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാലും എന്തൊരു വിധിയാണ്. പിരിഞ്ഞു പോയിട്ട് വീണ്ടും ഇതാ അവളെ ദൈവം കൺമുമ്പിൽ എത്തിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? സങ്കടമാണോ സന്തോഷമാണോ താനിപ്പോൾ അനുഭവിക്കുന്നതെന്ന് ആദർശിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവൾ അന്യനൊരാളുടെ ഭാര്യയായിത്തീർന്നതിൽ ദുഃഖമുണ്ട്. വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ ആഹ്ലാദവും. ഞാൻ വന്ന സമയം ശരിയായില്ലെന്ന് തോന്നുന്നു. രാവിലെ രണ്ടുപേരും പോകാനുള്ള തിരക്കിലായിരിക്കുമെന്ന് ഓർത്തില്ല. നമുക്ക് പിന്നെ കാണാം. ആദർശ് പോകാനായി എഴുന്നേറ്റു. എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. താഴത്തെ നിലയിലും മുകളിലത്തെ നിലയിലുമാണെങ്കിലും നമ്മൾ ഒരേ വീട്ടിലെ താമസക്കാരാണ്. അതെ, നമുക്ക് പിന്നീട് വിശദമായി പരിചയപ്പെടാം. ഗാഥ കിച്ചണിൽ നല്ല തിരക്കിലാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവൾ വന്നേനെ. ക്ഷമാപൂർവം ശ്യാംകുമാർ പറഞ്ഞു. അതിനെന്താ, സൗകര്യം പോലെ കാണാം. ആദർശ് യാത്ര പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി. നടക്കുന്നത് സ്വപ്നമല്ലെന്ന് വിശ്വസിക്കാൻ അയാൾ ശ്രമിച്ചു. കൺമുമ്പിൽ വീണ്ടും ഗാഥ. വളരെ സാവധാനമാണ് അയാൾ വെളിയിലുള്ള സ്റ്റെയർ കേസ് കയറി മുകളിലെത്തിയത്. അയാൾ ചെന്നപ്പോൾ സ്വാതി കുളി കഴിഞ്ഞ് ഉണങ്ങിയ ടവൽ കൊണ്ട് മുടി തോർത്തുകയായിരുന്നു. എന്താ പെട്ടെന്നിങ്ങ് പോകുന്നത്? അവൾ കളിയായി ചോദിച്ചു. ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്നവരല്ലേ? രാവിലെ നല്ല തിരക്കിലായിരിക്കും. നമ്മൾ അധിക നേരം ശല്യപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. സ്വാതി ചിരിച്ചു. എനിക്കതറിയാമായിരുന്നു. പരിചയപ്പെട്ടിട്ട് വരാമെന്ന് ആദർശ് ചേട്ടൻ പറഞ്ഞപ്പം എതിർക്കണ്ടെന്ന് വിചാരിച്ചു. നമ്മളല്ലേ ഒടുവിൽ വന്നത്. നമ്മൾ ആദ്യം അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടണം. അതാണ് മര്യാദ. അതുകൊണ്ടാണ് ഞാൻ. അതിൽ തെറ്റൊന്നുമില്ല. വേഗം റെഡിയാകുക. ഫസ്റ്റ് ഡേ അല്ലേ? എനിക്ക് നേരത്തെ തന്നെ ബാങ്കിൽ ചെന്ന് മാനേജറെ കാണണം, അവൾ പറഞ്ഞു. എനിക്ക് താമസമൊന്നുമില്ല. ഡ്രസ് ചേഞ്ച് ചെയ്താൽ മതി. കുളിക്കുന്നില്ലേ? ഇല്ല. ഇതുപോലൊരു മടിയൻ. എന്നും രാവിലെ സ്വാതി കുളിക്കും. പുറത്ത് പോകാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതാണ് അവളുടെ ശീലം. ഒരു പ്രത്യേക ഉന്മേഷം കിട്ടും അപ്പോൾ. സീലിംഗ് ഫാനിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് അവൾ മുടിയുണക്കി. എന്നിട്ട് വേഷം ധരിച്ചു. അത്ര നിറപ്പോട്ടൊന്നുമില്ലാത്ത പക്ഷേ കാണാൻ ഭംഗിയുള്ള ചുരിദാറും ടോപ്പുമാണ് അവൾ തിരഞ്ഞെടുത്തത്. ബാങ്കിലേക്ക് പോകുന്ന വഴി വേണം എവിടെ നിന്നെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. വൈകുന്നേരം സമയം കിട്ടിയാൽ കുറച്ച് വീട്ടു സാധനങ്ങൾ വാങ്ങണം. രാവിലെയും രാത്രിയിലും ഭക്ഷണം വീട്ടിൽ തന്നെ വെച്ചുണ്ടാക്കണം. ആദർശ് ഷേവ് ചെയ്ത് വേഷം ധരിച്ചു വന്നു. നീല ജീൻസും വെള്ള ഷർട്ടുമാണ് അയാൾ ധരിച്ചത്. ഏത് വേഷമാണെങ്കിലും ആദർശ് ചേട്ടന് നന്നായി യോജിക്കുമെന്ന് അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ റെഡി, അയാൾ പറഞ്ഞു. ചേട്ടൻ്റെ മുഖത്ത് തെളിച്ചക്കുറവുണ്ടല്ലോ. അയാൾ നോക്കിയിട്ട് സ്വാതി പറഞ്ഞു. അതെന്താ? അയാൾക്ക് മനസ്സിലായില്ല. അതെന്താണെന്നാണ് ഞാനും ചോദിച്ചത്. താഴത്തെ വീട്ടുകാരിൽ നിന്ന് അത്ര നല്ല സ്വീകരണമല്ല കിട്ടിയത് അല്ലേ? രാവിലെ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയി കാണും ചേട്ടൻ പരിചയപ്പെടാൻ ചെന്നത്. ഏയ്, അങ്ങനെയൊന്നുമല്ല. ആദർശിൻ്റെ മുഖം ഒന്ന് വിളറാതിരുന്നില്ല. ഞാൻ ശ്രദ്ധിക്കാതിരുന്നില്ല. താഴെ പോയിട്ട് വന്നതിന് ശേഷമാണ് ചേട്ടനൊരു മൂഡ് ഓഫ്. ഏയ്, ശ്യാംകുമാർ എന്നോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത്. ശ്യാംകുമാറോ? അവളൊന്ന് പകച്ചു. നിങ്ങളുടെ ആലുവ ബ്രാഞ്ചിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. അവിടെ അസിസ്റ്റൻറ്റ് മാനേജറാ. സ്വാതി ഒന്ന് ഞെട്ടി. ശബ്ദിക്കാനാവാതെ അവൾ നിന്നുപോയി. വൈഫ് കിച്ചണിൽ തിരക്കായിരുന്നു. ഞാൻ കണ്ടില്ല. ഗാഥ എന്നാണ് പേര്. എറണാകുളത്ത് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിലാണ് പുള്ളിക്കാരിക്ക് ജോലി. 2 പേരും കൂടി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് അയാൾ സ്വാതിയുടെ മുഖം ശ്രദ്ധിച്ചത്. എന്തു പറ്റി? ഒന്നുമില്ല. ഇടയാറൻ മുളയാ പുള്ളിയുടെ വീട്. ആൾ ഒരു ജോലി ടൈപ്പാണെന്ന് തോന്നുന്നു. സ്വാതിക്ക് സംശയമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ആദർശ് കാര്യങ്ങൾ ഇത്ര വിശദമായി പറഞ്ഞതും സന്തോഷം അഭിനയിച്ചതും. 1 മിനിറ്റ്, ഞാനിപ്പം വരാം. സ്വാതി ബാത്റൂമിലേക്ക് ചെന്ന് വാതിലടച്ചു. നിലക്കണ്ണാടിയിൽ അവൾ സ്വന്തം മുഖം കണ്ടു.
വിരണ്ടുപോയ മുഖമായിരുന്നു അത്. താഴത്തെ നിലയിൽ ശ്യാമേട്ടനും വൈഫുമാണോ താമസിക്കുന്നത്? ആണെങ്കിൽ ദൈവമേ, ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ശ്യാമേട്ടനും താനും തമ്മിൽ മുമ്പ് അടുപ്പമുണ്ടായിരുന്നു എന്ന കാര്യം ഏതെങ്കിലും തരത്തിൽ ആദർശ് മനസ്സിലാക്കിയാൽ, ശ്യാമേട്ടൻ്റെ സംസാരത്തിൽ നിന്നോ പെരുമാറ്റത്തിൽ നിന്നോ അക്കാര്യം ഓർക്കാതെ വെളിവായി പോയാൽ, ദൈവമേ, എന്തൊരു പരീക്ഷണമാണിത്. തൃശ്ശൂരിലായിരുന്നല്ലോ ശ്യാമേട്ടൻ, പിന്നെ എപ്പോഴാണ് ആലുവയ്ക്ക് ട്രാൻസ്ഫർ കിട്ടിയത്? അവൾ നിലക്കണ്ണാടിയിലേക്ക് വീണ്ടും നോക്കി. കണ്ണുകളിൽ ചുവപ്പ് നിറം ബാധിച്ചിരിക്കുന്നു, കരഞ്ഞതുപോലെ. അവൾ മുഖം കഴുകി ടവലെടുത്ത് തുടച്ചു. കണ്ണുകളിലെ ചുവപ്പ് എന്നിട്ടും മാറിയില്ല. വരുന്നത് വരട്ടെ, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ്? സ്വാതി വീണ്ടും ബെഡ്റൂമിലേക്ക് ചെന്നു. അപ്പോൾ ആദർശ് ബാൽക്കണിയിലായിരുന്നു. ശ്യാംകുമാറിൻ്റെ കാർ ഗേറ്റ് കടന്ന് പുറത്തേക്കിറന്ന് നോക്കി നിൽക്കുകയായിരുന്നു അയാൾ. ഫ്രണ്ട് സീറ്റിൽ ഗാഥയുണ്ട്, പക്ഷേ മുഖം കാണാൻ വയ്യ. അയാളൊന്ന് നെടുവീർപ്പിട്ടു. വെളിയിലെത്തിയപ്പോൾ കാർ നിർത്തിയിട്ട് ഗേറ്റ് അടച്ചിട്ടാണ് വീണ്ടും കാറിൽ കയറി ശ്യാംകുമാർ ഡ്രൈവ് ചെയ്തു പോയത്. ബാങ്കിൽ ജോലി ചെയ്യാൻ ചെല്ലുമ്പോൾ കൊടുക്കാനുള്ള സർട്ടിഫിക്കറ്റുകൾ ഒരു പ്ലാസ്റ്റിക് ഫയലിലാക്കി ആദർശ് വച്ചിരുന്നു. ആ ഫയലും ഭാഗവും സാധി കയ്യിലെടുത്തു. നമുക്കിറങ്ങാൻ ചേട്ടാ, അവൾ പറഞ്ഞു. വാതിൽ പൂട്ടിയിട്ട് രണ്ടുപേരും താഴെത്തിറങ്ങി. ശ്യാംകുമാറും വൈഫും നേരത്തെ പോയി ആലുവയ്ക്ക്. ഇവിടുന്ന് നല്ല ദൂരമുണ്ടല്ലോ. അവളൊന്നും മിണ്ടിയില്ല. ആദർശ് ചേട്ടൻ്റെ ഭാര്യ താനാണെന്ന് ശ്യാമേട്ടൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണുകയില്ല. അതറിയുമ്പോൾ, അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. തമ്മിൽ കാണാൻ ഒരിക്കലും ഇടവരുത്തരുതേ എന്നായിരുന്നു പ്രാർത്ഥന. കയറ് സ്വാതി, കാർ സ്റ്റാർട്ട് ചെയ്ത് ആദർശ് പറഞ്ഞു. അവൾ കാറിലേക്ക് കയറി. ഇടപ്പള്ളിക്ക് പോകുന്ന വഴി ആദ്യം കണ്ട വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി അവർ പ്രാതൽ കഴിച്ചു. ഫ്രീ ആകുമ്പോൾ ഞാൻ വിളിക്കാം. ചേട്ടൻ ബാങ്കിലേക്ക് വരണേ. നമുക്ക് ചില സാധനങ്ങൾ മേടിക്കണം. ഗ്യാസ് കണക്ഷൻ കിട്ടുന്നതുവരെ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കേണ്ടി വരും. നീ വിളിച്ചാൽ മതി, ഞാൻ വരാം. അവർ ബാങ്കിൽ ചെന്നപ്പോൾ ഓഫീസർമാർ മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ചീഫ് മാനേജർ മോഹനചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ക്യാബിനിലുണ്ടായിരുന്നു. ആദർശിനെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. വൈഫിനെ ജോയിൻ ചെയ്യിക്കാൻ കൊണ്ടുവന്നതാണ് അല്ലേ? ചിരിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു. അതെ സാർ. വെൽക്കം ടു അവർ ബാങ്ക് സ്വാതി. അദ്ദേഹം അവളെ സ്വാഗതം ചെയ്തു. താങ്ക് യു സാർ. പോസ്റ്റിംഗ് ഓർഡറും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമൊക്കെ ഫയലിൽ നിന്നെടുത്ത് അവൾ മാനേജർക്ക് കൊടുത്തു. ശരി സാർ, ഞാനിറങ്ങുകയാണ്. ആദർശ് എഴുന്നേറ്റു. ഓക്കെ, സി യു. മാനേജറുടെ കൈപ്പിടിച്ച് കുലുക്കി സ്വാതിയുടെ കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞ് ആദർശ് ബാങ്കിൽ നിന്നിറങ്ങി. പിന്നെ അയാൾ എറണാകുളത്തേക്ക് കാർ ഓടിച്ചു പോയി. ഭാര്യ ചോറ് കഴിക്കാൻ മറന്ന് ഗാദിയുടെ മുഖത്തേക്ക് ഫൗസിയെ ഉറ്റുനോക്കി. സത്യമാണോ നീ പറയുന്നത്? അതെ ഫൗസി. രാവിലെ ആദർശ് വീട്ടിലേക്ക് കയറി വന്നു. പരിചയപ്പെടാൻ വേണ്ടി ശ്യാമേട്ടൻ എന്നെ വിളിച്ചു. പക്ഷേ ഞാൻ പോയില്ല. നിന്നെ കണ്ടോ ആദർശ്? കണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല. അധികം നേരം ഇരുന്നില്ല, പെട്ടെന്ന് പോയി. പക്ഷേ ഇനി ദിവസവും കാണേണ്ടി വരുമല്ലോ. ഗാഥ മിണ്ടിയില്ല. ഉച്ചയ്ക്ക് 2 മണിയായപ്പോഴാണ് ഗാഥയും ഫൗസിയയും ഊണ് കഴിക്കാനായി ബാഗിൽ നിന്ന് ടിഫിൻ ബോക്സും എടുത്ത് ഓഫീസിലെ ഊണുമുറിയിലേക്ക് വന്നത്. അതുവരെ ആദർശിൻ്റെ കാര്യം അവളോട് പറഞ്ഞില്ല. പറയാൻ അവളുടെ മനസ്സ് വെമ്പുന്നുണ്ടായിരുന്നു. പക്ഷേ കാഷ് കൗണ്ടറിലായിരുന്നുകൊണ്ട് അതിനുള്ള സമയമോ സൗകര്യമോ കിട്ടിയതുമില്ല. ആദർശിൻ്റെ വൈഫിനെ നീ കണ്ടോ? ഇല്ല, ഞങ്ങൾ നേരത്തെ ഇറങ്ങിയില്ലേ. അവർ മെല്ലെ ഭക്ഷണം കഴിച്ചു. നിനക്ക് പേടിയുണ്ടോ? ഫൗസിയ ചോദിച്ചു. പേടിയൊന്നുമില്ല, പക്ഷേ ആദർശിൻ്റെ മനോഭാവം എന്താണെന്ന് അറിയില്ലല്ലോ. കഴിഞ്ഞതെല്ലാം മറക്കുകയും പുതിയ ആളായി ജീവിക്കുകയും ചെയ്താൽ കുഴപ്പമില്ലായിരുന്നു. ആദർശിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റായ നീക്കമൊന്നും ഉണ്ടാകത്തില്ല. കാരണം അയാളും മാരീഡല്ലേ. അയാളുടെ വൈഫ് ഇത് വല്ലതും പറഞ്ഞാൽ അയാളുടെ ജീവിതത്തെയും അത് ബാധിക്കില്ലേ? ഫൗസിയയുടെ യുക്തി ശരിയാണെന്ന് ഗാഥയ്ക്ക് തോന്നാതിരുന്നില്ല. വെറുതെ ഒരു പ്രേമബന്ധം മാത്രമായിരുന്നെങ്കിൽ പേടിക്കാനില്ലായിരുന്നു. ഇത് ഒന്നിച്ചൊരു രാത്രി കഴിയുക മാത്രമല്ല, അതിൽ നിന്ന് ഒരു ഫലം കായ്ക്കുകയും ചെയ്തിരിക്കുന്നു. അത് വല്ലതും ആദർശ് അറിയാനിട വന്നാൽ? ഒന്നും ആലോചിക്കേണ്ട ഗാഥ. നീ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. നാട്ടിൽ എത്രയോ ചെറുപ്പക്കാർ പ്രേമിക്കുന്നു. പക്ഷേ അവർ തമ്മിലുള്ള മാരേജ് നടക്കുന്നത് അപൂർവം. വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നവരാണ് അധികവും. അത് ശരിയായിരിക്കും. പക്ഷേ അല്പം കൂടി വ്യത്യസ്തമല്ലേ ആദർശം താനും തമ്മിലുണ്ടായിരുന്ന സ്നേഹബന്ധം? കഴിക്കാൻ ഒട്ടും താല്പര്യം തോന്നിയില്ല ഗാഥയ്ക്ക്. എങ്കിലും കൊണ്ടുവന്ന ചോറ് മുഴുവൻ അവൾ ഉണ്ടു. താൻ മാത്രമല്ലല്ലോ, ഉള്ളിൽ വേറൊരാളുമുണ്ടല്ലോ. അതിനും വേണ്ടേ ഭക്ഷണം? ഊണ് കഴിഞ്ഞ് അവർ സീറ്റിൽ ചെന്ന് ഇരുന്നപ്പോഴാണ് വാതിലിന് വെളിയിൽ ആദർശ് പ്രത്യക്ഷപ്പെട്ടത്. ഫൗസിയാണ് അയാളെ ആദ്യം കണ്ടത്. ഗാഥ, പെട്ടെന്ന് അവളെ ഫൗസിയെ തോണ്ടി വിളിച്ചു. എന്താണ്? അവിടെ വന്നു നിൽക്കുന്ന ആരെന്ന് കണ്ടോ? അപ്പോഴാണ് അവൾ ആദർശിനെ കണ്ടത്. അവളൊന്ന് ഞെട്ടി. ഒന്ന് വരൂ എന്ന് അയാൾ അവളെ ചൂണ്ടുവിരൽ ചലിപ്പിച്ചു. ചെന്നില്ലെങ്കിൽ ഓഫീസിലേക്ക് കയറി വന്നാലോ എന്ന് ഭയന്ന് അവൾ വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നു. എന്തിനാണ് വന്നത്? അവൾ നിർവികാരതയോടെ ചോദിച്ചു. അവിടെ വെച്ച് സംസാരിക്കാൻ പറ്റാത്ത ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത്. ശല്യപ്പെടുത്താനല്ല. എന്നിൽ നിന്ന് ഒരു ഉപദ്രവവും നിനക്കിനി ഉണ്ടാവുകയില്ല. എന്താണ് ചോദിക്കാനുള്ളത്? ഞാൻ നിന്നെ ചതിച്ചു എന്നൊരു തോന്നലുണ്ടോ നിനക്ക്? ഇല്ല. എന്നോട് വെറുപ്പുണ്ടോ? ഇല്ല. ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു എന്നൊരു തോന്നലുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാനിത് ചോദിക്കുന്നത്. ആദർശ് എന്നോട് ഒരു തെറ്റ് ചെയ്തിട്ടില്ല. സത്യത്തിൽ ഇപ്പോഴാണ് എൻ്റെ മനസ്സിന് സമാധാനം കിട്ടിയത്. അവളൊന്നും മിണ്ടിയില്ല. എന്നെ വല്ലാതെ പേടിപ്പിക്കുകയും അസ്വസ്ഥനാക്കുകയും ചെയ്ത ഒരു കാര്യമുണ്ട്. എന്താണത് എന്ന മട്ടിൽ അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഒരുപക്ഷെ നീയും ഞാനും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. ഞാൻ പുനലൂരിൽ ഹോസ്പിറ്റലിൽ കിടന്നതും നീ അവിടെ വന്നതും അതിൻ്റെ ഫലമായി വേറൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്.
വിശ്വസിക്കട്ടെ, അതേക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശരി, ചോദിച്ചത് തന്നെ തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ മനസ്സിൽ കിടന്നിരുന്ന സംശയം ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒരു കാര്യം കൂടി. എന്താണ്? നമ്മൾ എന്തായാലും കുറേ കാലം ആ വീട്ടിൽ താമസിക്കും. നമ്മൾ തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് ശ്യാംകുമാറിനോ എൻ്റെ വൈഫ് സ്വാതിക്കോ അറിയില്ല. നമ്മൾ ആദ്യമായി കാണുന്നവരെ പോലെ തന്നെ പെരുമാറണം. ഫാമിലി ഫ്രണ്ട്സ് ആകണം. എന്നിൽ നിന്ന് അകൽച്ച പാലിക്കരുത്. എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പെരുമാറ്റത്തിൽ പഴയതൊന്നും കടന്നു വരാൻ പാടില്ല. ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എൻ്റെ വിവാഹത്തോടെ ഞാൻ അവസാനിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ആദർശും. കാതയ്ക്ക് എന്നെ വിശ്വസിക്കാം. ശരി, 2:30 എനിക്ക് സീറ്റിലേക്ക് പോകണം. പോയിക്കോളൂ. അന്ന് വൈകുന്നേരം നേരത്തെ തന്നെ ആദർശ് വീട്ടിലെത്തി. സ്വാതി വിളിക്കുമ്പോൾ ബാങ്കിലേക്ക് ചെല്ലണമല്ലോ. അയാൾ മുകളിലത്തെ മുറിയിൽ ഇരിക്കുമ്പോഴാണ് താഴെ ഗേറ്റിന് വെളിയിൽ ഒരു ഓട്ടോറിക്ഷ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടത്. അപ്പോൾ മണി 6 കഴിഞ്ഞിരുന്നു. ജനാലയുടെ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഗാഥയാണ് വന്നിരിക്കുന്നത്. ഓട്ടോക്കൂലി കൊടുത്ത് അവൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുന്നു. ശ്യാംകുമാർ വരുമ്പോൾ വൈകിയേക്കും. ബാങ്ക് ഓഫീസർമാർക്ക് വൈകിയേ ഇറങ്ങാൻ പറ്റാറുള്ളല്ലോ. തന്നെയുമല്ല, അയാൾക്ക് ആലുവയിൽ നിന്ന് വരണ്ടേ. 1 മണിക്കൂറെങ്കിലും സമയമെടുക്കും. താഴെ ഗാഥയുണ്ട്. അവൾ തനിച്ചാണ് എന്ന ചിന്ത ആദർശിൻ്റെ മനസ്സിൽ സുഖമുള്ള ഒരു ഓർമ്മ പോലെ നിന്നു. പാടില്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇന്നുച്ചയ്ക്ക് അവൾക്ക് വാക്ക് കൊടുത്തതാണ്. അവൾ വേറൊരു പുരുഷൻ്റെ ഭാര്യയാണ്. താനോ വേറൊരു പെണ്ണിൻ്റെ ഭർത്താവുമാണ്. സമയം കളയാൻ വേണ്ടി മൊബൈലെടുത്ത് ഫേസ്ബുക്ക് നോക്കി അയാളിരുന്നു. സ്വാതിയുടെ വിളി വന്നപ്പോൾ 7:30 ചേട്ടൻ എവിടെയാണ്? വീട്ടിലുണ്ട്. ഫ്രീ ആയോ? ഏറിയാൽ 10 മിനിറ്റ്. അപ്പോഴേക്ക് വരാമോ? വരാം. അയാൾ വേഗം താഴേക്കിറങ്ങി. താഴത്തെ നിലയിൽ വെളിച്ചമുണ്ട്. ഗാഥ തനിച്ചാണ്. താൻ മുകളിലുണ്ട് എന്നൊരു സമാധാനം അവൾക്ക് കാണാതിരിക്കുമോ? ആ ഓർമ്മ ഒരു സുരക്ഷിതത്വ ബോധം അവൾക്ക് നൽകുകയില്ലേ? താൻ സ്വാതിയെ വിളിക്കാൻ വേണ്ടി പോവുകയാണെന്ന് അവളോട് പറയണോ? കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവൾക്ക് മനസ്സിലാകുമായിരിക്കും. എങ്കിലും കാറിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ അയാൾ മൊബൈലെടുത്ത് ഗാഥയുടെ നമ്പറിൽ വിളിച്ചു. താൻ പുറത്തേക്ക് പോവുകയാണെന്നും ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കരുതെന്നും. ബെല്ലടിച്ച് നിന്നതല്ലാതെ കോൾ കിട്ടിയില്ല. ഗാഥ മനഃപൂർവ്വം എടുക്കാതിരിക്കുന്നതായിരിക്കുമോ? അതോ അവൾ ബാത്റൂമിലോ മറ്റോ ആയിരിക്കുമോ? ആദർശ് ഇടപ്പള്ളിയിലേക്ക് പോയി. അയാൾ ബാങ്കിൽ ചെന്നപ്പോഴും സ്വാതിയുടെ ജോലി കഴിഞ്ഞിരുന്നില്ല. പിന്നെയും 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടാണ് അവൾ പുറത്തേക്ക് വന്നത്. എന്നും ഇതുപോലെ ലേറ്റാകുമോ? ആദർശ് ചോദിച്ചു. 8 മണിയെങ്കിലും ആകും. ബാക്കിയുള്ള ഓഫീസേഴ്സ് ആരും പോയിട്ടില്ല ഇതുവരെ. നാളെ 8 മണിയായിട്ട് ഞാൻ വന്നാൽ മതിയോ? മതി. അതിന് നേരത്തെ ഇറങ്ങാൻ പറ്റിയാൽ ഞാൻ വിളിക്കാം. അവർ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കൊണ്ടാണ് വീട്ടിലേക്ക് പോയത്. അവർ ചെന്നപ്പോഴും ശ്യാംകുമാർ എത്തിയിട്ടില്ലെന്ന് ആദർശിന് മനസ്സിലായി. കാരണം കാർ കാണാനില്ലായിരുന്നു. അത്താഴത്തിന് സ്വാതി പെട്ടെന്ന് ഉപ്പുമാവുണ്ടാക്കി പാലും കാച്ചി. ശ്യാംകുമാർ വരുമ്പോൾ ഒരുപാട് ലേറ്റാകുമെന്ന് തോന്നുന്നു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശ് പറഞ്ഞു. സ്വാതി വെറുതെ മൂളിയതേയുള്ളൂ. എപ്പോഴാണ് മുഖാമുഖം കാണേണ്ടി വരികയെന്ന് അറിഞ്ഞില്ല. അതോർത്തപ്പോൾ അവൾ വീണ്ടും ഒന്ന് ഞെട്ടി. എപ്പോഴാണ് നീ ഗാഥയെ പരിചയപ്പെടാൻ പോകുന്നത്? ഗാഥയോ? അവൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ശ്യാംകുമാറിൻ്റെ വൈഫ്. നിങ്ങൾ ഫ്രണ്ട്സ് ആകണം. ഒരു സഹായത്തിന് തൊട്ടടുത്ത് വേറെ ആരുമില്ലല്ലോ. ധൃതി വെക്കേണ്ട ചേട്ടാ. രാവിലെ ചെന്ന് പരിചയപ്പെടാൻ സമയം കിട്ടുമോ? വൈകുന്നേരം ബാങ്കിൽ നിന്ന് വരുമ്പോൾ ഈ നേരമാകും. അവൾ ഒഴിവ് പറഞ്ഞു. ധൃതിയൊന്നുമില്ല, ഞായറാഴ്ച മതി. പിന്നെ അതേക്കുറിച്ച് അയാളൊന്നും പറഞ്ഞില്ല. 2-3 ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. താഴെയുള്ളവർക്ക് മുകളിലുള്ളവരെയോ മുകളിലുള്ളവർക്ക് താഴെയുള്ളവരെയോ കാണാൻ ഈ ദിവസങ്ങളിൽ അവസരം ഉണ്ടായതേയില്ല. എന്നും മോർണിംഗ് വാക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടെ വന്നതിന് ശേഷം മുടങ്ങി. ആദർശ് പറഞ്ഞു. അതെന്തായാലും മുടക്കണ്ട. നാളെ മുതൽ പോയിക്കോളൂ. സ്വാതി പറഞ്ഞു. ശ്യാമിനോട് ചോദിച്ചാൽ അടുത്ത എവിടെയെങ്കിലും മൈതാനം വല്ലതും ഉണ്ടോയെന്ന് അറിയാമായിരുന്നു. വെളുപ്പിനെ പോയാൽ റോഡിൽ വലിയ ട്രാഫിക്കൊന്നും കാണില്ല ചേട്ടാ. ശ്യാംകുമാറുമായി ആദർശ് അത്ര കമ്പനി കൂടാൻ പോകണ്ട എന്നായിരുന്നു അവളുടെ ആഗ്രഹം. പിറ്റേന്ന് രാവിലെ 6 മണിയായപ്പോൾ ആദർശ് പാൻസും ടീഷർട്ടും ക്യാൻവാസ് ഷൂസും ധരിച്ച് താഴേക്ക് ഇറങ്ങി ചെന്നു. 1 മണിക്കൂർ നടന്നിട്ട് വരാം എന്നായിരുന്നു അയാളുടെ പ്ലാൻ. ആദർശ് താഴെ ചെന്നപ്പോൾ വെളിയിൽ ശ്യാംകുമാർ ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്, ശ്യാംകുമാർ വിളിച്ചു പറഞ്ഞു. വെരി ഗുഡ് മോർണിംഗ്. എങ്ങോട്ട് രാവിലെ? മോർണിംഗ് വാക്കിനാണെന്ന് തോന്നുന്നല്ലോ, ശ്യാം ചോദിച്ചു. നടക്കുന്ന ശീലമുണ്ട്. 3-4 ദിവസമായി അത് മുടങ്ങി. എങ്കിൽ ഞാനും വരാം. 1 മിനിറ്റ്. ആദർശ് കാത്തു നിന്നു. ശ്യാംകുമാർ വളരെ വേഗം വന്നു. ഞാൻ നേരത്തെ തൃശ്ശൂരിലായിരുന്നു. അവിടെ വെച്ച് ബാഡ്മിൻ്റൺ കളിയും രാവിലത്തെ നടത്തവും ഉണ്ടായിരുന്നു. ഇവിടെ വന്ന ശേഷം അതെല്ലാം മുടങ്ങി, ശ്യാം പറഞ്ഞു. റോഡിലിറങ്ങി അവർ ഒരുവിധം നല്ല വേഗത്തിൽ നടന്നു. ആ സമയത്ത് വാഹനങ്ങൾ കുറവായിരുന്നു. ഇന്നലെ വൈകുന്നേരം എപ്പോൾ വന്നു? ആദർശ് ചോദിച്ചു. 9 ഗാഥ ഒറ്റയ്ക്കാണല്ലോ വീട്ടിലെന്ന് ഒരു വിഷമമുണ്ടായിരുന്നു. നിങ്ങൾ വന്ന ശേഷം അത് മാറി. ഏയ്, അക്കാര്യത്തിലൊരു പേടിയും വേണ്ട, ഞങ്ങളുണ്ടല്ലോ. അതുമാത്രമല്ല ആദർശ്, അവൾ പ്രഗ്നൻ്റാണ്. അതാ ഒറ്റയ്ക്കാക്കാൻ പേടി. എത്ര മാസമായി? 3. മാരേജ് കഴിഞ്ഞിട്ട് 3 മാസമായി. ഞങ്ങൾക്ക് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല, ചിരിച്ചുകൊണ്ട് ശ്യാം പറഞ്ഞു. പെട്ടെന്ന് ആദർശിൻ്റെ മനസ്സിലൂടെ ഒരു കൊള്ളിമീൻ പാഞ്ഞുപോയി. അയാളുടെ നടപ്പിൻ്റെ വേഗം കുറഞ്ഞു. പിന്നിൽ നിന്ന് ഒരു കാർ ചീറി പാഞ്ഞു വരുന്ന ശബ്ദം കേട്ട് ശ്യാംകുമാറും ആദർശും ഒന്ന് ഒതുങ്ങി നിന്നു. ആദർശിൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് എത്ര നാളായി? വീണ്ടും നടന്നു തുടങ്ങിയപ്പോൾ ശ്യാം ചോദിച്ചു. 1 മാസം. ഓ,
ഹണിമൂൺ കഴിഞ്ഞിട്ടില്ല അല്ലേ? മറുപടി പറയാതെ ആദർശ് ഒന്ന് ചിരിച്ചു. അത് ജീവനില്ലാത്ത ഒരു ചിരിയായിരുന്നു. ലവ് മാരേജ് ആയിരുന്നോ? ശ്യാംകുമാർ വെറുതെ ചോദിച്ചു. ലവ് ഉണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. അതെന്താ? വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു. അയ്യോ, അത് കഷ്ടമായി പോയല്ലോ. എന്തായിരുന്നു കാരണം? വീട്ടുകാർക്ക് പരസ്പരം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇതിപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആണോ? അതെ. രണ്ടുപേരും നിശബ്ദരായി അല്പനേരം നടന്നു. ഗാഥയെക്കുറിച്ചാണ് ആദർശ് ചിന്തിച്ചത്. വല്ലാത്ത ഒരു വിധി തന്നെയാണ് തൻ്റേതെന്ന് അയാൾക്ക് തോന്നി. സ്നേഹിച്ച പെണ്ണ് അവളുടെ ഭർത്താവിനോടൊപ്പം കൺമുമ്പിൽ ജീവിക്കുക, അയാൾ തൻ്റെ സുഹൃത്താകുക. എനിക്കുമുണ്ടായിരുന്ന ഒരു ലവ്, പെട്ടെന്ന് ശ്യാം പറഞ്ഞു. അതെയോ? ആദർശ് തലതിരിച്ച് അയാളൊന്ന് നോക്കി. ജാതകപ്പൊരുത്തമില്ല എന്ന കാരണത്താൽ അത് നടന്നില്ല. ശ്യാമിന് വിശ്വാസമുണ്ടോ ജ്യോതിഷത്തിൽ? ഒട്ടുമില്ല. പക്ഷേ എൻ്റെയും അവളുടെയും വീട്ടുകാർക്ക് വലിയ വിശ്വാസമായിരുന്നു. അവളുടെ അമ്മയും എന്നെ വിളിച്ചു പറഞ്ഞു അവളെ മറന്നേക്കാൻ. അത് അത്ര എളുപ്പമായിരുന്നോ? അത് അത്ര എളുപ്പമല്ലെന്ന് ആദർശിനറിയാമല്ലോ. കാരണം നിങ്ങളും ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ട് പിരിഞ്ഞതല്ലേ? വെറും സ്നേഹമല്ല, അതിനുമപ്പുറം. ആ കക്ഷിയുടെ കല്യാണം കഴിഞ്ഞോ? അവളുടേതായിരുന്നു ആദ്യം. നിങ്ങൾ തമ്മിൽ പിന്നെ കണ്ടിട്ടുണ്ടോ? ഒരു തവണ മാത്രം. പഴയ സ്നേഹം കാണിച്ചോ? ഉള്ളിൽ സ്നേഹം കാണുമെങ്കിലും കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളത് പുറമെ പ്രകടിപ്പിക്കുകയില്ല. ശ്യാംകുമാർ ഒന്നും മിണ്ടിയില്ല. അയാൾ ഓർമ്മയിൽ മുഴുകി നടന്നു. ശ്യാം പിന്നെ ആ കുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ കുട്ടിയുടെ മാരേജ് കഴിഞ്ഞോ? അറിയില്ല ആദർശ്. അവളെക്കുറിച്ച് ഞാൻ പിന്നീട് ഒന്നും അന്വേഷിച്ചിട്ടില്ല. അവൾക്കെന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നെ മറക്കാനൊന്നും പറ്റില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെയും കുറ്റം കൊണ്ടല്ലോ മാരേജ് നടക്കാതെ പോയത്. അത് നേരാ. അപ്പോൾ പിന്നെ ഒരിക്കലും വെറുക്കുകയില്ല. ഇപ്പോഴും ആ പഴയ സ്നേഹം ശ്യാമിൻ്റെ മനസ്സിലില്ലേ? ഉണ്ട്, അല്പം പോലും കുറയാതെ. അവളുടെ നമ്പർ ഞാനിതുവരെ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അതിനെനിക്ക് കഴിയുകയില്ല. ആദർശ് വാച്ചിലൊന്ന് നോക്കി. അരമണിക്കൂറിലേറെ നടന്നിരിക്കുന്നു. ഇനി തിരിച്ച് അത്രയും സമയം നടക്കണം. നമുക്ക് തിരിച്ചു പോയാലോ? പോകാം. അവർ തിരിഞ്ഞു നടന്നു. എഞ്ചിനീയറിങ്ങിന് ഏത് ബ്രാഞ്ചായിരുന്നു ആദർശിൻ്റേത്? ശ്യാം വെറുതെ ചോദിച്ചു. സിവിൽ. ഞാനും ബിടെക് കഴിഞ്ഞതാണ്. കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. ബിടെക് കഴിഞ്ഞവരൊക്കെ ഇപ്പോൾ പ്രധാനമായും ബാങ്ക് പ്രൊഫഷനാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. എൻ്റെ വൈഫും ബിടെക് കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് ബാങ്ക് കോച്ചിങ്ങിന് പോയി. എവിടെ? കൊല്ലത്താണെന്നാണ് പറഞ്ഞത്. കൊല്ലത്താണോ വൈഫിൻ്റെ വീട്? ശ്യാം തിരക്കി. അല്ല, കായംകുളത്ത്. അയാൾ പെട്ടെന്ന് തലത്തിരിച്ച് ആദർശിനൊന്ന് നോക്കി. കായംകുളം ടൗണിലാണോ? അല്ല, അവിടുന്ന് കുറച്ച് കിഴക്കാണ്, പുനലൂർ റൂട്ടിൽ. കുറ്റിത്തെരുവെന്ന് പറയും. ശ്യാമിന് പരിചയമുണ്ടോ ആ ഭാഗമൊക്കെ? ശ്യാമിന് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗം കുതിച്ചുയർന്നു. കൈകാലുകളെ ഒരു വിറയൽ ബാധിച്ചു. ഇല്ല, എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ അയാൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. കുറ്റിത്തെരുവിൽ നിന്ന് വേറെയും പെൺകുട്ടികൾ കൊല്ലത്ത് ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നില്ലെന്ന് ആരറിഞ്ഞു? എന്താണ് വൈഫിൻ്റെ പേര്? ധൈര്യം സംഭരിച്ച് ശ്യാം ചോദിച്ചു. സ്വാതി. ഞങ്ങളുടെ മാരേജിന് മുമ്പേ പ്രൊബേഷണറി ഓഫീസറായിട്ട് സെലക്ഷൻ ഉണ്ടെന്ന് അറിയിപ്പ് കിട്ടിയിരുന്നു. മാരേജിന് ശേഷമാണ് പോസ്റ്റിംഗ് ഓർഡർ കിട്ടിയത്. ആദർശ് പറഞ്ഞതൊന്നും ശ്യാം കേട്ടില്ല. ഒരു സ്വപ്നാടകനെ പോലെ അയാൾ ഒപ്പം നടന്നു. ട്രെയിനിങ് പീരീഡ് അല്ലേ? അവൾക്ക് എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ശ്യാമിനോട് ചോദിച്ച് മനസ്സിലാക്കാമല്ലോ. ഈശ്വര, വേറൊരു പെണ്ണിനെ പ്രേമിച്ച് നടന്ന ഒരേളയാണല്ലോ സ്വാതിക്ക് കിട്ടിയത്. ഇപ്പോഴും കാമുകിയെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ഭർത്താവിനെ. മടക്കയാത്രയിൽ ശ്യാം വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചുള്ളൂ. അയാളുടെ മനസ്സിൽ സ്വാതിയെക്കുറിച്ചുള്ള ഓർമ്മ മാത്രമായിരുന്നു. തൊട്ടടുത്ത് അവൾ ഭർത്താവുമൊത്ത് താമസത്തിന് വന്നിരിക്കുന്നു. താഴത്തെ നിലയിൽ താമസിക്കുന്നത് അവളുടെ ശ്യാമേട്ടനാണെന്ന് സ്വാതി അറിഞ്ഞു കാണുമോ? ഇല്ല, തമ്മിൽ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. നടന്ന് അവർ ഒടുവിൽ വീട്ടിലെത്തി. ശ്യാം തലയുയർത്തി മുകൾ നിലയിലേക്കൊന്ന് നോക്കി. കിച്ചണിലോ ബെഡ്റൂമിലോ സ്വാതിയുണ്ട്. ശരി ശ്യാം, പിന്നെ കാണാം. സമയം കിട്ടുമ്പോൾ മുകളിലേക്ക് വരണേ, ആദർശ് പറഞ്ഞു. ശ്യാം ദുർബലനായി തലകുലുക്കി. ആദർശ് കോണിപ്പടികൾ കയറി മുകളിലേക്ക് പോയി. മുൻവാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. ശ്യാം സിറ്റൗട്ടിലേക്ക് കയറി ചെന്ന് കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ചിൽ വിരലമർത്തി. ഉള്ളിൽ മണിനാഥം മുഴങ്ങുന്നത് കേട്ട് അയാൾ കൈവരിയിൽ ചാരി നിന്നു. ഗാഥ വന്ന് വാതിൽ തുറന്നു. അവൾ അയാളുടെ മുഖത്തേക്ക് ആശങ്കയോടെയാണ് നോക്കിയത്. ആദർശിനോടൊപ്പമാണല്ലോ നടക്കാൻ പോയത്. സംസാരിക്കുന്നിടയിൽ ഓർക്കാതെ എന്തെങ്കിലും അവൾ നോക്കുന്നത് കണ്ട് അയാളൊന്ന് ചിരിച്ചു. അതൊരു വിളറിയ ചിരിയായിരുന്നു. ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. എന്താ, നടന്ന് ക്ഷീണിച്ചോ? അവൾ ചോദിച്ചു. ഏയ്. ആദർശുണ്ടായിരുന്നുകൊണ്ട് 1 മണിക്കൂർ നടന്നത് അറിഞ്ഞതേയില്ല. ശ്യാം അകത്തേക്ക് കയറി. വേഗം കുളിച്ചിട്ട് വാ, മണി 7 ആകുന്നു, അവൾ ഓർമ്മിപ്പിച്ചു. 8 മണിക്കെങ്കിലും വീട്ടിൽ നിന്നിറങ്ങിയാലേ 9:30 അവൾക്ക് ബാങ്കിലെത്താൻ കഴിയൂ. അയാൾ വേഗം പോയി കുളിച്ചിട്ട് വന്നു. അവൾ അപ്പോഴേക്ക് ചായ ഉണ്ടാക്കി കഴിക്കാൻ എടുത്തു വെച്ചു. ആ, ആദർശിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും കഴിക്കാനിരുന്നപ്പോൾ ശ്യാം പറഞ്ഞു. അതെന്താ? സാധാരണ മട്ടിൽ ഗാഥ ചോദിച്ചു. എന്നെപ്പോലെ ഒരു പാവം ഭർത്താവാണ് അയാളും. എന്തുദ്ദേശിച്ചാണ് ശ്യാം ചേട്ടൻ അങ്ങനെ പറഞ്ഞത്?
അപ്പോൾ ഭാര്യമാരാണോ പാവങ്ങളില്ലാത്തത്? അവൾ ചോദിച്ചു. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പല കാര്യങ്ങളിലും ആദർശ് എന്നെ പോലെയാണെന്ന. അയാൾ ഒരു നല്ല സുഹൃത്തായിരിക്കുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അത് നന്നായി എന്ന് ഗാഥയ്ക്ക് തോന്നി. ശ്യാം ചേട്ടനും ആദർശും നല്ല കൂട്ടുകാരായിരിക്കട്ടെ. അവർ ഒരിക്കലും പിണങ്ങാനിട വരാതിരിക്കട്ടെ. ആദർശും സ്വാതിയും വീട് പൂട്ടി ഇറങ്ങി വന്നപ്പോൾ ശ്യാംകുമാറിൻ്റെ കാർ താഴെ ഉണ്ടായിരുന്നില്ല. ശ്യാമും ഗാഥയും നേരത്തെ പോയിട്ടുണ്ട്, അയാൾ പറഞ്ഞു. സ്വാതി വെറുതെ മൂളി. ഇടപ്പള്ളിയിൽ ചെന്നിട്ട് ഗാഥ എറണാകുളത്തേക്കും ശ്യാം ആലുവയിലേക്കും പോകും. ഓപ്പോസിറ്റ് ഡയറക്ഷനല്ലേ? ഒരേ ദിക്കിലായിരുന്നെങ്കിൽ അവർക്ക് ഒന്നിച്ച് പോകാമായിരുന്നു. അവർ കാറിൽ കയറി. നടക്കാൻ പോയപ്പോൾ തന്നെക്കുറിച്ച് ആദർശ് ചേട്ടൻ ശ്യാമേട്ടനോട് പറഞ്ഞു കാണുമോ എന്നായിരുന്നു സ്വാതിയുടെ പേടി. മുകളിൽ താമസിക്കുന്നത് താനാണെന്ന് ശ്യാമേട്ടൻ ഇതുവരെ അറിഞ്ഞു കാണുകയില്ല. തമ്മിൽ കണ്ടില്ലല്ലോ ഇവിടെ വന്നതിന് ശേഷം. എന്തൊക്കെയാണ് നിങ്ങൾ സംസാരിച്ചതെന്ന് ആദർശ് ചേട്ടനോട് എങ്ങനെ ചോദിക്കും? സ്വാതിയെ ആദർശ് ബാങ്കിൻ്റെ മുമ്പിൽ കൊണ്ടുചെന്ന് വിട്ടു. എപ്പോഴാണ് ഇനി തിരിച്ചു വരുന്നത്? എളമക്കരയിലാണ് ഏറ്റവും പുതിയ സൈറ്റ്. അവിടെയായിരിക്കും ഞാൻ. അതുകൊണ്ട് എപ്പം വേണമെങ്കിലും വരാം. ഫ്രീ ആകുമ്പം ഞാൻ വിളിക്കാം. ശരി, നേരത്തെ വന്നാൽ ഞാൻ വീട്ടിലുണ്ടാവും. ആദർശ് പോയി. സമയം 9:30. ഓഫീസർമാരിൽ ചിലർ മാത്രമേ ബാങ്കിൽ എത്തിയിരുന്നുള്ളൂ. സ്വാതി ചെന്ന് അവളുടെ സീറ്റിലിരുന്നു. ലോൺ സെക്ഷനിലാണ് അവൾക്ക് ആദ്യത്തെ പോസ്റ്റിംഗ് കിട്ടിയത്. ലോൺ എടുത്തിട്ട് തവണകൾക്ക് മുടക്കം വരുത്തിയവർക്ക് നോട്ടീസ് അയക്കുക എന്നതായിരുന്നു അവളുടെ ജോലി. വേറെ 2 പ്രൊബേഷണറി ഓഫീസർമാർ കൂടിയുണ്ടായിരുന്നു ആ ബ്രാഞ്ചിൽ. തൃശ്ശൂർക്കാരി സോണിയയും തിരുവനന്തപുരത്തുകാരി ആതിരയും. 2 പേരുമായി അവൾ പെട്ടെന്ന് കൂട്ടായി. 2 പേരുടെയും കല്യാണം കഴിഞ്ഞിരുന്നില്ല. 2 പേരും ഒരേ ഹോസ്റ്റലിലായിരുന്നു താമസം. 10 മണിയായപ്പോഴേക്കും ബാങ്കിൽ എല്ലാ സ്റ്റാഫുകളും എത്തി. കസ്റ്റമേഴ്സ് വന്നു തുടങ്ങിയതോടെ ബാങ്ക് സജീവമായി. പിന്നെ 2 മണിയാകുന്നതുവരെ സമയം പോയത് അവൾ അറിഞ്ഞതേയില്ല. ഉച്ചഭക്ഷണം കഴിഞ്ഞ് സ്വാതി വീണ്ടും സീറ്റിൽ വന്ന് ഇരുന്നപ്പോഴാണ് അവളുടെ മൊബൈലിൽ ഒരു കോൾ വന്നത്. നോക്കിയപ്പോൾ ശ്യാമേട്ടൻ. അവളൊന്ന് പകച്ചു. കോൾ എടുക്കണോ? താൻ ഇവിടെയുണ്ടെന്ന് അറിഞ്ഞിട്ടാണോ ശ്യാമേട്ടൻ വിളിക്കുന്നത്? വീണ്ടും ആ സ്നേഹം തുടരണോ? ഹലോ. അവൾ കോൾ എടുത്തു. ഇന്ന് രാവിലെ ആദർശ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല സ്വാതി. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇത് ദൈവഹിതമാണെന്ന് തോന്നുന്നു. ദൈവഹിതമല്ല, ഇത് വളരെ യാദൃശ്ചികമായി സംഭവിച്ചതാണ്. ഒരിക്കൽ പോലും ഇനി തമ്മിൽ കാണാൻ ഇടവരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ അതെന്താ സ്വാതി അങ്ങനെ പറഞ്ഞത്? എന്നേക്കുമായി തമ്മിൽ പിരിഞ്ഞവരാണ് നമ്മൾ. 2 പേർക്കും 2 ജീവിതങ്ങൾ കിട്ടുകയും ചെയ്തു. ഇനി അത് തമ്മിൽ കലരണ്ട. അത് അപകടമാണ്. എന്താ അപകടം? നമ്മൾ സ്വയം നിയന്ത്രിച്ചാൽ പോരെ? നമുക്ക് വെറും ഫ്രണ്ട്സായിട്ട് അയൽക്കാരായിട്ട് കഴിയാമല്ലോ. അതിൽ റിസ്ക് ഉണ്ട്. എന്ത് റിസ്ക്? കഴിഞ്ഞതൊക്കെ അത്ര പെട്ടെന്ന് മറന്നു കളയാൻ പറ്റുമോ? ഇല്ല, അതെല്ലാം ഇപ്പോഴും വർണ്ണപ്പകിട്ടോടെ തന്നെ നിൽക്കുന്നു. നമ്മൾ പരസ്പരം വെറുത്തു പിരിഞ്ഞവരായിരുന്നെങ്കിൽ വീണ്ടും കാണേണ്ടി വന്നാൽ ഒഴിഞ്ഞു മാറിപ്പോയേനെ. ഇത് അങ്ങനെയല്ലല്ലോ. സ്നേഹത്തോടെ നമ്മൾ അന്യോന്യം ഉപേക്ഷിച്ചവരാണ്. അവൾ പറഞ്ഞു. ശരിയാണ്. ഇനിയും തമ്മിൽ കാണാനും ഇടപഴകാനും അവസരമുണ്ടായാൽ ആ പഴയ സ്നേഹം തുടരാൻ ആഗ്രഹം ജനിച്ചാലോ? അതാണ് റിസ്ക് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ശ്യാമേട്ടൻ വേറൊരു സ്ത്രീയുടെ ഭർത്താവാണ്. ഞാൻ വേറൊരു പുരുഷൻ്റെ ഭാര്യയും. സ്വാതി, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ പഴയ ബന്ധം തുടർന്നാൽ അത് അപകടമാണ്. മാത്രമല്ല അത് വിശ്വാസവഞ്ചനയുമാണ്. പക്ഷേ നമ്മൾ പ്രണയത്തെ കുഴിച്ചു മൂടിക്കളഞ്ഞു. ഇനി നല്ല സുഹൃത്തുക്കളായി കഴിയാൻ നമുക്ക് പറ്റും. നല്ല കുടുംബ സുഹൃത്തുക്കൾ. എനിക്കതിന് വിരോധമില്ല. പക്ഷേ നമ്മൾ പണ്ട് സ്നേഹബന്ധത്തിലായിരുന്നു എന്ന് ആദർശ് ചേട്ടനോ ശ്യാമേട്ടൻ്റെ ഭാര്യയോ അറിയാനിട വന്നാലുള്ള ഭവിഷ്യത്തിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒന്നല്ല 2 ദാമ്പത്യങ്ങളാണ് കലങ്ങുക. അവൾ വാദിച്ചു. അതെ, അത്തരമൊരു അപകട സാധ്യതയുണ്ട്. പക്ഷേ ഒരേ വീടിൻ്റെ താഴത്തെയും മുകളിലത്തെയും നിലകളിൽ താമസിക്കുന്നവർക്ക് ശത്രുക്കളെ പോലെ പെരുമാറാൻ പറ്റുമോ? നമ്മൾ 2 പേരും അത്തരമൊരു മനോഭാവം എടുത്താൽ ഗാഥയും ആദർശം എന്തു വിചാരിക്കും? ശ്യാംകുമാർ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവൾക്ക് തോന്നി. അപ്പോൾ പിന്നെ ഒരു മാർഗ്ഗമേ മുന്നിലുള്ളൂ. ഞാനും ഗാഥയെ വേറൊരു വാടക വീട് കണ്ടുപിടിച്ച് അങ്ങോട്ട് മാറുക. അപ്പോൾ നമുക്ക് കണ്ടുമുട്ടേണ്ടി വരില്ല, അയാൾ പറഞ്ഞു. അയ്യോ, അതൊന്നും വേണ്ട. വേറെ വീടെടുക്കാം എന്ന് പറഞ്ഞാൽ ശ്യാമേട്ടൻ്റെ ഭാര്യയ്ക്ക് സംശയം തോന്നും. എന്താ ഇത്ര പെട്ടെന്ന് ഒരു വീട് മാറ്റുമെന്ന്? അവൾ പേടിച്ചു. ആദർശും ഞാനും നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞു. ഞങ്ങളുടെ ഭാര്യമാരും കൂട്ടുകാരികളാകണമെന്നേ ഞങ്ങൾ ആഗ്രഹിക്കൂ. സ്വയം നിയന്ത്രിക്കാൻ ശ്യാമേട്ടന് പറ്റുമെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല, അവൾ സമ്മതിച്ചു. സ്വയം നിയന്ത്രിക്കാതെ പറ്റില്ലല്ലോ. നമ്മുടെ 2 പേരുടെയും സന്തോഷത്തേക്കാൾ പ്രധാനം നമ്മുടെ ഫാമിലിയുടെ കെട്ടുറപ്പല്ലേ? തീർച്ചയായും. ആ ഓർമ്മ എപ്പോഴും ഉണ്ടായിരുന്നാൽ മാത്രം മതി. എൻ്റെ നമ്പർ നിൻ്റെ മൊബൈലിൽ സേവ് ചെയ്തു വച്ചിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. ഇപ്പോഴില്ല. പക്ഷേ എനിക്കത് കാണാപ്പാടമാണ്. സേവ് ചെയ്യണം വീണ്ടും. ഗാഥയുടെയും ആദർശിൻ്റെയും അറിവോടെ. ശരി, അതാണ് നല്ലത്. എങ്കിൽ വച്ചോളൂ. മണി 2:30 ആയല്ലോ. ഓക്കെ ശ്യാമേട്ടാ. അയാളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ മനസ്സിന് നല്ല സമാധാനം അനുഭവപ്പെട്ടു. ഇനി സാരമില്ല. ആദർശ് ചേട്ടൻ മുമ്പിൽ വെച്ച് ശ്യാമേട്ടനോട് സാധാരണ മട്ടിൽ പെരുമാറാൻ സാധിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞുറപ്പിച്ചെങ്കിലും 2 പേർക്കും തമ്മിൽ കാണാൻ അവസരം കിട്ടിയതേയില്ല. എല്ലാ ദിവസവും ശ്യാമും ഗാഥയും നേരത്തെ വീട്ടിൽ നിന്ന് പോകും. സ്വാതിയും ആദർശും ഇറങ്ങി വരുമ്പോൾ 2 പേരും താഴെ ഉണ്ടാവുകയില്ല.
വൈകുന്നേരം ശ്യാംകുമാർ തിരിച്ചെത്തുമ്പോൾ 8:30 കഴിയും. പക്ഷേ ആ ഞായറാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ മുകളിലേക്കൊന്ന് പോകാൻ തന്നെ ശ്യാം തീരുമാനിച്ചു. നമുക്ക് ആദർശിനെയും വൈഫിനെയും ഒന്ന് കാണാൻ പോയാലോ? അയാൾ ഗാഥയോട് ചോദിച്ചു. അവൾക്കും ആഗ്രഹമുണ്ടായിരുന്നു ആദർശിൻ്റെ ഭാര്യയെ കാണാനും പരിചയപ്പെടാനും. പോകാം, പക്ഷേ അവർ ഫ്രീ ആണോന്നറിയില്ലല്ലോ, അവൾ സംശയം പ്രകടിപ്പിച്ചു. എങ്കിൽ വിളിച്ചു ചോദിക്കാം. അത് വേണ്ട, ഒരേ വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് ഫോണിൽ. നമ്മൾ ഫോർമാലിറ്റി നോക്കിയാൽ ഒന്നും നടക്കില്ല ഗാഥേ. എങ്കിൽ നമുക്ക് പോയിട്ട് വരാം. രണ്ടുപേരും വേഷം ധരിച്ചു. സ്വാതിയെക്കുറിച്ചായിരുന്നു ഗാഥയുടെ ചിന്ത മുഴുവനും. താൻ ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിലെ വെറും ഒരു അസിസ്റ്റൻറ്റ്, സ്വാതിയോ ബാങ്ക് ഓഫീസർ. ആദർശന് ചോദിച്ചത് സ്വാതി തന്നെയാണ്. തന്നേക്കാൾ സുന്ദരിയുമായിരിക്കും. അതുകൊണ്ടല്ലേ സ്വാതിയെ വിവാഹം ചെയ്യാൻ ആദർശ് തയ്യാറായത്. പോകാം. തയ്യാറെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ ശ്യാം ചോദിച്ചു. ഗാഥ മൂളി. അപ്പോഴാണ് കോളിംഗ് ബെല്ല് മുഴങ്ങിയത്. ശ്യാം ചെന്ന് വാതിൽ തുറന്നു. അപ്പോൾ ആദർശും സ്വാതിയും വന്ന് വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. ഞാനും ഗാഥയും കൂടി അങ്ങോട്ട് വരാൻ തുടങ്ങുകയായിരുന്നു. നിങ്ങളൊരു മിനിറ്റ് വൈകി. അല്ലായിരുന്നെങ്കിൽ ഇതേ വാക്കുകൾ തന്നെ എനിക്ക് പറയേണ്ടി വന്നേനെ, ആദർശ് പറഞ്ഞു. 4 പേരും ചിരിച്ചു. സ്വാതിയും ഗാഥയും പരസ്പരം ഒന്ന് നോക്കി. ശ്യാമേട്ടൻ്റെ ഭാര്യ കാണാൻ നല്ല സുന്ദരിയാണല്ലോ എന്ന് സ്വാതിക്ക് തോന്നി. ആദർശിൻ്റെ ഭാര്യ ഇപ്പോഴും ഒരു കോളേജ് സ്റ്റുഡൻ്റാണെന്ന് തോന്നുമെന്ന് ഗാഥയും മനസ്സിൽ പറഞ്ഞു. അകത്തേക്ക് വരൂ, ശ്യാം ക്ഷണിച്ചു. ആദർശും സ്വാതിയും ഉള്ളിലേക്ക് കയറി ചെന്നു. ഇരിക്കൂ, ഗാഥ പറഞ്ഞു. ആദർശും ശ്യാമും അടുത്തടുത്ത സെറ്റുകളിലിരുന്നു. എതിർവശത്തുള്ള സെറ്റിയിൽ സ്വാതിയും ഗാഥയും. എന്ന് ഞങ്ങൾ വിചാരിക്കാറുണ്ട് മുകളിലേക്ക് വന്ന് 2 പേരെയും കാണണമെന്ന്. പക്ഷേ ഞാൻ ബാങ്കിൽ നിന്ന് വരുമ്പോഴേ ഒത്തിരി ലേറ്റാകും. പിന്നെ രാത്രി വന്ന് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിക്കും, ശ്യാം പറഞ്ഞു. സ്വാതിക്ക് ഇവിടെ ഇടപ്പള്ളി വരെ പോയാൽ മതിയല്ലോ. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും കുറച്ചുകൂടെ ഫ്രീ ആണ്. പക്ഷേ നിങ്ങളെ 2 പേരെയും ഒന്നിച്ച് കണ്ടു കിട്ടിയിട്ട് വേണ്ടേ, ആദർശ് പറഞ്ഞു. അവർ 4 പേരും അല്പനേരം സംസാരിച്ചിരുന്നു. ഞാൻ ചായ എടുക്കാം, നിങ്ങളിരിക്കെ. ഗാഥ പിന്നെ എഴുന്നേറ്റു. ഞാനും വരാം. സ്വാതിയും എഴുന്നേറ്റു. 2 പേരും കൂടിയാണ് കിച്ചണിലേക്ക് പോയത്. എത്ര നാളായി ഇവിടെ താമസമായിട്ട്, സ്വാതി ചോദിച്ചു. 1 മാസം. ആദ്യമൊക്കെ പേടിയായിരുന്നു, വേറെ ആരും ഇല്ലാത്ത ഈ വലിയ വീട്ടിൽ. ശ്യാമേട്ട വരുമ്പോൾ വൈകും. അതുവരെ ഞാൻ ഒറ്റയ്ക്ക്. ഇനി പേടി വേണ്ട, ഞങ്ങളുണ്ടല്ലോ. ഗാഥ ഫ്രിഡ്ജിൽ നിന്ന് പാലിൻ്റെ പാക്കറ്റ് എടുത്തു. എവിടെയാണ് സ്വാതിയുടെ വീട്, അവൾ തിരക്കി. കായംകുളത്താണ്, ടൗണിലല്ല, കുറച്ച് മാറിയാ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ഒരു അനിയനുമുണ്ട്. സൂരജ് +2 പഠിക്കുന്നു. എനിക്കൊരു അനിയത്തിയുണ്ട്, അവൾ ഡിഗ്രി ഫൈനൽ ഇയർ. സ്റ്റൗ കത്തിച്ച് ഗാഥ ചായക്ക് വെള്ളം വെച്ചു. എവിടെയാണ് ഗാഥയുടെ വീട്? ശൂരനാട്. ആ ഭാഗത്ത് വന്നിട്ടുണ്ടോ? എനിക്കറിയാം, അമ്മയുടെ അനുജത്തി ചക്കുവള്ളിയിലാണ് താമസം, സ്വാതി പറഞ്ഞു. രണ്ടും അടുത്തടുത്ത സ്ഥലങ്ങളാണ്. കുക്കിംഗൊക്കെ അറിയാമോ, ഗാഥ ചോദിച്ചു. അമ്മ അത്യാവശ്യ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ബിടെക് കഴിഞ്ഞ് നേരെ ബാങ്ക് കോച്ചിങ്ങിന് പോയി. അതുകൊണ്ട് വീട്ടിലുണ്ടായിരുന്ന കാലം കുറവാണ്. അമ്മയ്ക്ക് ഇലക്ട്രിസിറ്റി ബോർഡിലാണ് ജോലി. അതുകൊണ്ട് പലപ്പോഴും വീട്ടുകാര്യങ്ങൾ ഞാനാണ് നോക്കിയിരുന്നത്. പഠിച്ചത് വീട്ടിൽ നിന്നുകൊണ്ടാണ്, ശാസ്താംകോട്ട കോളേജിൽ, ഗാഥ പറഞ്ഞു. എത്ര നാളായി മാരേജ് കഴിഞ്ഞിട്ട്, സ്വാതി വെറുതെ ചോദിച്ചു. 3 മാസം. വിശേഷമുണ്ടല്ലേ? ഗാഥയുടെ മുഖം ഒന്ന് വിളറി. ഉണ്ട്. എങ്ങനെ അറിഞ്ഞു? ആദർശ് ചേട്ടനോട് ഗാഥയുടെ ഹസ്ബൻഡ് പറഞ്ഞു. അങ്ങനെ ഞാൻ അറിഞ്ഞത്. സ്വാതിയുടെ മാരേജ് എന്നായിരുന്നു? കഴിഞ്ഞ 17-ാം തീയതി. ഇപ്പോൾ 1 മാസമാകുന്നു. വിശേഷമുണ്ടാകാൻ സമയമായില്ല അല്ലേ? ഗാഥയുടെ ചോദ്യം കേട്ട് സ്വാതി ലജ്ജ കലർന്ന ഒരു ചിരി ചിരിച്ചു. എറണാകുളത്ത് എവിടെയാ നിങ്ങളുടെ ഓഫീസ്? കലൂര്, ഗാഥ പറഞ്ഞു. അതിനടുത്തല്ലേ പാലാരിവട്ടം? അവിടെയാണ് ആദർശ് ചേട്ടൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസ്. കൊച്ചിൻ ബിൽഡേഴ്സ് അല്ലേ, ഗാഥ ചോദിച്ചു. അതെ, ഫ്ലാറ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ്, ശ്യാം ചേട്ടൻ പറഞ്ഞു. 4 ഗ്ലാസ്സുകളിലേക്ക് ഗാഥ ചായ പകർന്നു. കഴിക്കാൻ കേക്കുണ്ട്, അതെടുക്കാം. ഒന്നും വേണ്ട ഗാഥേ, ഞങ്ങളിപ്പോൾ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ചായയുമായി അവർ സിറ്റിംഗ് റൂമിലേക്ക് ചെന്നു. ആദർശും ശ്യാംകുമാറും അപ്പോൾ എന്തോ തമാശ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. ഗാഥ എല്ലാവർക്കും ചായ കൊടുത്തു. ഞങ്ങൾ ഇപ്പോഴൊരു തീരുമാനമെടുത്തു. നമ്മൾ 4 പേര് കൂടി വെളിയിൽ എവിടെയെങ്കിലും പോയി ലഞ്ച് കഴിക്കുന്നു, ആദർശ് പ്രഖ്യാപിച്ചു. ഭാര്യമാർക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ, ശ്യാം ചോദിച്ചു. സ്വാതിയും ഗാഥയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ഭാര്യമാർക്ക് ഒരു എതിർപ്പുമില്ല. സപ്പറും കൂടി വെളിയിൽ നിന്നായാൽ അത്രയും സന്തോഷം, സ്വാതി പറഞ്ഞു. 4 പേരും പൊട്ടിച്ചിരിച്ചു. അവർ ചായ കുടിച്ചുകൊണ്ട് കുറേ നേരം കൂടി സംസാരിച്ചിരുന്നു. ശരി, ഞങ്ങൾ പോയി ഒന്ന് ഫ്രഷായിട്ട് ഒരു 12 മണിയാകുമ്പോൾ വരാം. എന്താ, ആദർശ് ചോദിച്ചു. അത് മതി. സ്വാതിയും ആദർശും മുകളിലേക്ക് പോയി. അവൾക്ക് ആശ്വാസം തോന്നി. കുഴപ്പമില്ല, കാര്യങ്ങൾ ഇങ്ങനെയങ്ങ് പോയാൽ മതി. 12 മണിയായപ്പോൾ പുറത്തേക്ക് പോകാൻ തയ്യാറായി വാതിൽ പൂട്ടി സ്വാതിയും ആദർശും താഴേക്ക് വന്നു. അപ്പോഴേക്ക് ശ്യാംകുമാറും ഗാഥയും തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. ശ്യാംകുമാറിൻ്റെ കാറിലാണ് അവർ എറണാകുളത്തേക്ക് പോയത്. ഗാഥയും സ്വാതിയും ബാക്ക് സീറ്റിലാണ് ഇരുന്നത്. ഭാര്യമാർ അവരുടെ ലോകത്തും ഭർത്താക്കന്മാർ തങ്ങളുടെ ലോകത്തും ആയിരുന്നു. ലഞ്ച് കഴിച്ച് വൈകി രാത്രി ഭക്ഷണം പാഴ്സലായി വാങ്ങിക്കൊണ്ടാണ് അവർ മടങ്ങിയത്. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു അല്ലേ, രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആദർശ് ചോദിച്ചു.
അതെ, ജോലി ചെയ്തുള്ള മടുപ്പ് മാറണമെങ്കിൽ ഇതുപോലെ ഇടയ്ക്കൊക്കെ പുറത്തേക്ക് പോകണം. അവർ നല്ല കമ്പനിയാണ്. ആദർശിന് സമാധാനമായി. പിറ്റേന്ന് വൈകുന്നേരം അയാൾ ഓഫീസ് വിട്ടു വന്നപ്പോൾ സമയം 6:30ആയി. 8 മണിയായിട്ട് വിളിക്കാൻ ചെന്നാൽ മതിയെന്ന് സ്വാതി വിളിച്ചു പറഞ്ഞിരുന്നു. അയാൾ ചെന്നപ്പോൾ താഴത്തെ നിലയിൽ ലൈറ്റുണ്ട്. ഗാഥ വന്നിരിക്കുന്നു. ഒന്നാലോചിച്ച് നിന്നിട്ട് ആദർശ് മുകളിലേക്ക് പോകാതെ സിറ്റൗട്ടിലേക്ക് കയറി ചെന്ന് ബെല്ലടിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഗാഥ വന്ന് വാതിൽ തുറന്നു. എന്താ ആദർശ്? അയാളെ കണ്ട് അവൾ ചോദിച്ചു. അവൾ കുളി കഴിഞ്ഞതേ ഉള്ളൂ എന്ന് വേഷം കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഗാഥ അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി. വരൂ. ആദർശ് അകത്തേക്ക് കയറി ചെന്ന് സെറ്റിയിലിരുന്നു. ഗാഥ വാതിൽ ചേർത്തടച്ചു. കഥ തുടരും.